നമസ്തേ. ഛത്തീസ്ഗഡിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 2 മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി ഇന്ന് വാദം കേട്ട ശേഷം വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തില്ല. കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് മാത്രമാണ് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്. ജനഡിബേറ്റ് പരിശോധിക്കുന്നു. കന്യാസ്ത്രീകളുടെ മോചനം അരികെയോ? BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, KCBC പ്രതിനിധി ഫാദർ വെള്ളമരുതുങ്കൽ ജേക്കബ്, ക്രിസ്ത്യൻ കൗൺസിൽ പ്രതിനിധി കെന്നഡി കരിമ്പിൻ കാലായിൽ എന്നിവർ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. TP ജയചന്ദ്രൻ മാസ്റ്റർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയ ഇടത് വലത് MPമാർക്ക് അദ്ദേഹം ഉറപ്പ് കൊടുത്തതായി അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കില്ലെന്നാണ്. എന്നാൽ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തെന്നാണ് ജനം TV ഒഴിച്ച് മറ്റ് എല്ലാ മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. കോടതിയിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ പറഞ്ഞോളൂ. ഈ സങ്കീർണമായ നിയമപ്രശ്നങ്ങളുള്ള ഒരു കേസ് ഇന്ന് കാലത്ത് 10 മണിക്കാണ് NIA കോടതിയിൽ അപേക്ഷയായി നൽകുന്നത്. 11:30 മണിക്കാണ് ഈ കേസ് NIA കോടതി പരിഗണിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അതിനു വേണ്ടിയുള്ള ഹോംവർക്കുകൾ ചെയ്തതിന് ശേഷമാണ് ഇത് കോടതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കോടതിയിൽ നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചു. വളരെ കൃത്യമായിട്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മലയാളിയായ വക്കീലും അവിടുത്തുകാരനായ അമൃതോദാസ് എന്ന വക്കീലുമാണ് ഹാജരായത്. അവർ വളരെ കൃത്യമായിട്ട് കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതായ നിലപാടുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ 100% അവർ ശ്രമിച്ചു. അതിൽ വിജയിച്ചു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ കിട്ടുന്നത്. സാങ്കേതികമായിട്ട് നമുക്കറിയാം, ഇത്തരം ഒരു കേസ് ഉണ്ടാകുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജോലി, ചുമതല, കർത്തവ്യം എന്ന് പറയുന്നത് അതിന്റെ നിയമവശങ്ങളെ കോടതിയിൽ അറിയിക്കുക, സാധ്യമായ തരത്തിൽ അവരുടെ അറസ്റ്റിനെ ചെറുക്കുക തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ പോകുന്ന ഒരു വക്കീലിന്റെ ചുമതല. പക്ഷേ ആ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം ആകെ കോടതിയിൽ പറഞ്ഞ ഒരേ ഒരു വാചകം, ഇത് അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് എന്നുള്ളത് മാത്രമാണ്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ഈ അമൃതോദാസ് എന്ന വക്കീലിനെയും മലയാളിയായ വക്കീലിനെയും ഈ നടപടികൾ പൂർത്തിയായി പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിലെ പ്രഗത്ഭരായ ചില മാധ്യമ പ്രവർത്തകന്മാർ ഇന്റർവ്യൂ ചെയ്തു. അതിൽ മലയാളിയായ നമ്മുടെ വക്കീലും അമൃതോദാസും കൃത്യമായിട്ട് പറഞ്ഞു, ഒരു തരത്തിലുള്ള നിസ്സഹകരണവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, സാങ്കേതികമായിട്ട് ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ഒരു പരാമർശം മാത്രമാണ് പ്രോസിക്യൂട്ടർ ഭാഗത്തു നിന്നുണ്ടായത്. അത് സാങ്കേതികമായിട്ട് അദ്ദേഹം ചോദിക്കേണ്ടതാണ്. ഒരിക്കൽ പോലും അദ്ദേഹം എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല, അവസാനം കോടതിയിലെ മജിസ്ട്രേറ്റ് ന്യായാധിപൻ ഛത്തീസ്ഗഡ് പോലീസ് മേധാവിയോട്, ഹാജരായ പോലീസ് മേധാവിയോട് ചോദിച്ചു, പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ? വളരെ കൃത്യമായിട്ട് പോലീസിന്റെ അവിടെ ബന്ധപ്പെട്ട പോലീസ് മേധാവി, ഹാജരായ ആൾ പറഞ്ഞു, കസ്റ്റഡി ആവശ്യമില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അതിനെ വളരെ കൃത്യമായിട്ട് ഏത് വാദഗതിയാണോ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയത്, ഏത് പ്രവർത്തനമാണോ കേരള പ്രദേശ് BJP ഇതിന്റെ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ വേദനിക്കുന്ന മലയാളികളായ ആളുകളോട് സൂചിപ്പിച്ചത്, കന്യാസ്ത്രീകളോട് സ്നേഹം പുലർത്തുന്ന ആളുകളോട് ഉറപ്പ് കൊടുത്തത്, ആ ഉറപ്പ് 100% പാലിക്കാൻ അവിടെയായി എന്നുള്ളത് മാത്രമാണ്. അത് ഉറപ്പായും വ്യക്തമായും ശക്തമായിട്ടും ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഓക്കെ ഫാദർ ജേക്കബ്, ഇതിനപ്പുറത്ത് എന്താണ് സഭ പ്രതീക്ഷിക്കുന്നത്? നമ്മളിപ്പോൾ ഈ ഒരാഴ്ച കാലഘട്ടത്തിനപ്പുറത്തായിട്ട് ഈ ഒരു സംഭവം വളരെ ഗൗരവമായ ഒരു വിഷയമായിട്ട് നമ്മുടെ ഭാരതത്തിലുടനീളം നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ സഭ നിശ്ചയമായും ആദ്യത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആ സിസ്റ്റേഴ്സിനെ അടിയന്തരമായിട്ട് പുറത്തിറക്കി കിട്ടണം എന്നുള്ളതാണ് സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. കാരണം ഇവിടെ നിയമവാഴ്ച നടക്കുന്ന സ്ഥലമാണ്, രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ
സർക്കാരിനും അതുപോലെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് വളരെ പെട്ടെന്ന് വളരെ ആസൂത്രിതമായെന്നതുപോലെ വളരെ ഗൗരവമുള്ള, അതായത് NIA-യിലേക്ക് പോകേണ്ടി വരുന്ന വിധത്തിൽ ഈ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് എന്ന് ഞാൻ പറയുന്നത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഏതൊരു കേസ് നടക്കുമ്പോഴും വളരെ മാരകമായ രാജ്യദ്രോഹ കുറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിശ്ചയമായിട്ടും NIA പോലുള്ള വകുപ്പുകൾ ഇടപെടുമെന്നുള്ളത് ശരിയാണ്. ഇത് ഈ പാവം സിസ്റ്റേഴ്സ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരുടെ പ്രസ്ഥാനത്തിലേക്ക് ജോലി ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന 2 പെൺകുട്ടികൾ, അവരും പ്രായപൂർത്തിയായവർ തന്നെയാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകുന്നത് വലിയ ഒരു രാജ്യദ്രോഹ കുറ്റം പോലെ ചുമത്തി, ജാമ്യം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ്. ഇതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം. ഇതാണ്, എന്ത് തന്നെ ആയാലും കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണല്ലോ. കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആ വിധത്തിലാവാം. പക്ഷെ ഇത് വളരെ അതിന് മാത്രമുള്ള ഒരു കാര്യവുമില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും വളരെ മാരകമായിട്ടുള്ള ആരോപണങ്ങൾ അവരുടെ മേൽ ചുമത്തിക്കൊണ്ട് അവരെ അകത്താക്കിയിരിക്കുന്നു. ഒരാഴ്ച മിച്ചമായിട്ടും അവർക്ക് പുറത്തിറങ്ങി പോകാൻ കഴിയാത്ത വിധത്തിൽ അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സങ്കടകരമായ ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഒരിക്കലും ഒരു മനുഷ്യരെയും ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. എല്ലാവരെയും സഹായിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ശുശ്രൂഷകൾ മുഴുവൻ ഭാരതത്തിലുടനീളം നമ്മളെല്ലാം കാണുന്നതാണ്. ആ ഒരു ശുശ്രൂഷയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ മാത്രമാണ് അവർ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. കത്തോലിക്ക സഭയ്ക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ വിശ്വാസം രാഷ്ട്രീയവുമായി കൂടിക്കുഴഞ്ഞതല്ല. ഒരിക്കലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കത്തോലിക്ക തിരുസഭ ഒരിക്കലും നിന്നിട്ടില്ല. സഭയ്ക്ക് വർഗീയതയില്ല, സഭയ്ക്ക് മുതലെടുപ്പില്ല. വളരെ നിസ്വാർത്ഥമായിട്ട് ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. തങ്ങളുടെ മതത്തിന്റെ മൂല്യങ്ങളെ മറ്റുള്ളവരെ അറിയിക്കുന്നു. ഇതൊക്കെ മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ഈ നിസ്സാര കാര്യങ്ങളെ അത്രമാത്രം ഗൗരവമുള്ള കാര്യങ്ങളായി ചമച്ചുകൊണ്ട് ഇവരെ ജയിലിൽ അടച്ച ഒരു സാഹചര്യത്തെ ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല. അതിന് മാത്രമുള്ള എന്തെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം പകൽ പോലെ വെളിച്ചമാണ്, എല്ലാം റെക്കോർഡിക്കലാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം ജാമ്യാപേക്ഷ നൽകി, അത് തള്ളി, പിന്നീട് സെഷൻസ് കോടതിയിലേക്ക് പോയി. അവിടുന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞാണ് NIA കോടതിയിലേക്ക് മാറ്റിയത്. ഈ 2 കോടതികളിൽ എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർക്ക് സാധിച്ചില്ല? അതായത് അഭിഭാഷകര് ഒരു പ്രതിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നത് രണ്ടാമതാണ്. അതിനു മുമ്പ് ഇവര് കുറ്റം ചെയ്തു എന്നുള്ള ആരോപണത്താൽ അവർ പിടിക്കപ്പെടുകയും ജയിലടയ്ക്കപ്പെടുകയും ചെയ്യാണല്ലോ. അതിനുശേഷമാണല്ലോ അഭിഭാഷകരെത്തുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് പോലീസും അതുപോലെ തന്നെ വലിയൊരു ജനസമൂഹവും ചേർന്ന് ഇവരെ ആക്രമിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് മുഴുവൻ രാജ്യദ്രോഹ കുറ്റമാണെന്നുള്ള നിലയിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വലിയ കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ കീഴ്ക്കോടതികൾ രണ്ടും പറഞ്ഞത് ഇവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് ബെയിൽ കൊടുക്കാനായിട്ട് ഈ കോടതിക്ക് അനുവാദമില്ല, അല്ലെങ്കിൽ ഈ കോടതിക്ക് അവകാശമില്ല എന്നുള്ള കാരണത്താലാണ് അത് NIA കോടതിയിലേക്കൊക്കെ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തവര് അവർ ആസൂത്രിതമായിട്ട് ഒരു കാരണവശാലും സാധാരണ കോടതിയിൽ നിന്നൊന്നും ഇവര് ബെയിൽ വാങ്ങി പുറത്തു പോകരുതെന്നുള്ള ചിന്തയോടുകൂടി ആസൂത്രിതമായി ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് 2 കോടതികളിലും അസാധ്യമായിട്ട് തീരുന്നത്. ഇപ്പോൾ NIA കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് ആ ബലത്തിലാണ്. കാരണം അവിടെ അവര് നിസ്സഹായരാണ്. 2 സിസ്റ്റേഴ്സും അവരുടെ കൂടെ പോകാൻ വന്ന പിള്ളേർ മാത്രമേ ഉള്ളൂ. അവരുടെ പക്ഷം ചേരാൻ ആരുമില്ല, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവർക്ക് എതിരെ ആക്രോശമാണ് ഉണ്ടാവുക, അവരെ ഭീഷണിപ്പെടുത്തലാണ്. കുട്ടികളെയൊക്കെ ഭീഷണിപ്പെടുത്തി ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു. അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആ ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ പേടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും.
ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഈ ഭാരതത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഭാഗത്ത് നിന്ന് ഈ രാഷ്ട്രത്തിനെതിരായിട്ട് എന്ത് രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്ന് പറയുന്നത്? ആതുര ശുശ്രൂഷയും വിദ്യാഭ്യാസവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളല്ലാതെ നമ്മൾ ഒരിക്കലും ഈ കത്തോലിക്ക സഭ ഒരിക്കലും വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല. ഞങ്ങൾ അത് പഠിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു പറയുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു പങ്കുവയ്പ്പിന്റെ ചൈതന്യമുണ്ട്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനും അത് മാത്രമേ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാനും പാടുള്ളൂ. ഇവിടെ ഞാൻ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇതിനകത്തൊരു ആസൂത്രിതമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിന് ഇത്രയും വലിയ ആരോപണങ്ങൾ, ഇത്രയും വലിയ കുറ്റങ്ങൾ ചെയ്തു എന്ന് അവരുടെ മേലൊരു ആരോപണം ഉണ്ടാവുക അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതും പറയാനുള്ളതും. ഒറ്റ ചോദ്യം കൂടി. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ ഭരണകൂടത്തിന് ഇടപെടാൻ പരിമിതികളില്ലേ? അത് അറിയാത്തവരാണോ സഭാ നേതൃത്വം? ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു കേസിൽ ഈ സിസ്റ്റേഴ്സിന് ജാമ്യം പോലും അനുവദിക്കരുത് എന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പോലും നിർദ്ദേശങ്ങൾ ഉയർന്നതായിട്ട് നമ്മൾ പത്രദ്വാര എല്ലാം നമ്മൾ വായിച്ചു കേട്ടതാണ്. നിശ്ചയമായും നമുക്കറിയാം, ഇപ്പോൾ നീതിന്യായ കോടതിയാണ് ഇതിന് തീരുമാനമുണ്ടാക്കേണ്ടതെങ്കിലും ഈ ഭരണകൂടത്തിന് ഇതിൽ ഒരു സ്വാധീനവും ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. സ്വാധീനമുണ്ട്. അതിന്റെ തെളിവാണ് ഇവർക്ക് എതിരെ ഉണ്ടായ FIR തന്നെ. അത് ഭരണകൂടമാണല്ലോ, അത് നീതിന്യായ കോടതിയല്ല. അത് ഈ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവാണ്. ഈ എക്സിക്യൂട്ടീവില് ഇവര് ജാമ്യം പോലും അനുവദിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിന് അതിൽ സ്വാധീനമുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് നിശ്ചയിക്കാനായിട്ട്. അപ്പോൾ നീതിന്യായ കോടതിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല, കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ബെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. അപ്പോ ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് അത് ശാന്തതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ആവശ്യമാണ്. ഇവിടെ ഈ ജനക്കൂട്ടം ഇവരെ വിചാരണ ചെയ്യുമ്പോൾ നിസ്സംഗരായി പോലീസുകാർ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിന് അപമാനമായ ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നിയമവാഴ്ച നടക്കുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് പലപ്പോഴും വരും. കാരണം ആൾക്കൂട്ട വാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഈ സിസ്റ്റേഴ്സിന്റെ കാര്യം മാത്രമല്ല, എത്രയോ സിസ്റ്റേഴ്സ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ശുശ്രൂഷ ചെയ്യുന്നു. അവരെത്രയോ കലാലയങ്ങൾ നടത്തുന്നു, എത്രയോ ആതുര ശുശ്രൂഷകൾ അവർ ചെയ്യുന്നു. അതിന്റെ ഫലം അത് വലിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒന്നുമല്ല അവർ ചെയ്യുന്നത്. അവർ നിഷ്കളങ്കമായി ഒരു ക്രിസ്തു ചൈതന്യത്തെ പ്രതി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും. വിദ്യാഭ്യാസമാണെങ്കിലും നമുക്കറിയാം, വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ പോലെയൊക്കെ പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കാത്ത മനുഷ്യൻ ഒരു ഒന്നാന്തരം മൃഗമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു രാജ്യത്തിന്റെ ഔന്നത്യം എന്തെന്ന് ചോദിച്ചാൽ അവിടെയുള്ള മനുഷ്യരുടെ നന്മയാണ് ഔന്നത്യം. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നടത്തുന്ന മിഷനറി പ്രവർത്തനങ്ങളെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ മനുഷ്യക്കടത്തുമാണ്. അത് രണ്ടും സഭ അറിഞ്ഞുകൊണ്ട് നടക്കുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? നിർബന്ധിത മതപരിവർത്തനം അതുപോലെ മനുഷ്യക്കടത്ത്. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞാല് ബലം പ്രയോഗിച്ച് നടത്തുന്ന വിശ്വാസത്തിന്റെ ഒരു ചേഞ്ച് ആണല്ലോ. അതെ സുഹൃത്തെ, ഞാൻ ചോദിക്കുന്ന ആർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? യഥാർത്ഥത്തില് ഒരിക്കലും ഒരു മതത്തിനും നിർബന്ധമായി ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ പൂജിക്കുന്ന അവരുടെ ദൈവത്തെ പറിച്ചു മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ നമ്മളുടെ ഈ ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ സർവ്വമതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഈ രാജ്യം, ഞാൻ പറയും അത് വലിയൊരു നന്മയാണ്. ഒരു കാലത്ത് അങ്ങനെ ഈ നമ്മുടെ നിയമസംഹിതയിൽ
അടിസ്ഥാന അവകാശങ്ങളിൽ ഇത് ചേർത്തതിന്റെ ഒരു വലിയ നന്മ അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് രാജ്യത്തിന്റെ വലിയൊരു ഔന്നത്യമാണ്. കാരണം എല്ലാ മതങ്ങളിലും നന്മയുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ മതങ്ങളിലും നന്മ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ നന്മയുള്ളവരായി തീരുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ നമ്മളുടെ ഭരണഘടന എഴുതി ചേർത്ത ആ മഹാത്മാക്കള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. നിശ്ചയമായും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഇവിടേക്ക് മറ്റ് മതങ്ങൾ കടന്നു വരുന്നതിനും അവരോട് പ്രാക്ടീസ് ചെയ്യുന്നതിനും അവർ പ്രചരിപ്പിക്കുന്നതിനും ഈ പ്രചരിപ്പിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയല്ല, നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ നന്മ ഏത് മതത്തിലാണെങ്കിലും നന്മ സ്വീകരിക്കുന്ന മനുഷ്യര് അതിനോടൊരു ആഭിമുഖ്യം പുലർത്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് തെറ്റു പറയാനില്ല. ഇനി ഏത് മതത്തിലായിരുന്നാലും ഒരു വ്യക്തിയുടെ രക്ഷയെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഏത് മതം ബലം പ്രയോഗിച്ച് ആ മതത്തിലേക്ക് കൊണ്ട് ആരെങ്കിലും ചേർത്താലും ആ ഒരു കാരണത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കാരണത്താലല്ല, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് മതം പൊട്ടിപ്പുറപ്പെടേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസം ഉയരേണ്ടത്, ദൈവത്തോടുള്ള ഭക്തി ഉയരേണ്ടത്, ദൈവത്തോടുള്ള അടുപ്പം ഉണ്ടാവേണ്ടത്. കത്തോലിക്ക തിരുസഭ നിശ്ചയമായും ഒരു നിർബന്ധിതമായ ഒരു മതപരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമൂഹമല്ല. നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭാരതത്തില് 2000 വർഷങ്ങള് 2000 എന്ന് പറഞ്ഞാൽ 2000-ന് ഏതാനും കുറവ് വർഷങ്ങളേ ഉള്ളൂ. അത് കാരണം ക്രിസ്തു ചൈതന്യവുമായിട്ട് ആദ്യം ഭാരതത്തിലേക്ക് കേരളത്തിലേക്കൊക്കെ കടന്നു വരുന്നത് തോമസ് ലീഹയാണ്, ഈശോയുടെ ശിഷ്യനായ തോമസ് ലീഹ. അദ്ദേഹം ഭാരതത്തിൽ വരുന്നത് AD 52-ലാണ്. AD 52 എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കൂട്ടാം. ഇപ്പോ 2000 വർഷങ്ങൾക്ക് ആണ്ട് ഒരു 27 വർഷങ്ങളുടെ കുറവേ 23 വർഷങ്ങളുടെ കുറവേ ഉള്ളൂ. അന്ന് ഇവിടെ വന്ന് പ്രചരിപ്പിക്കപ്പെട്ട ഈ സമൂഹവും ഈ വിശ്വാസവും ഇന്ന് എന്തുകൊണ്ട് ഈ 2.5% ഒതുങ്ങി നിൽക്കുന്നു? ആരെയും നിർബന്ധിക്കുന്നില്ല, വാളെടുത്ത് ആരെയും ഭയപ്പെടുത്തി ഈ മതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല. ക്രിസ്തു ചൈതന്യം നന്മ പറഞ്ഞു കൊടുക്കും, സ്നേഹത്തിന്റെ ചൈതന്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് നമ്മളുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അത് കാട്ടിക്കൊടുക്കുകയും ചെയ്യും. അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നമ്മൾ നിർബന്ധിത മതപരിവർത്തനം ചെയ്യില്ല. അത് ഭരണഘടന അനുവദിക്കുന്നിടത്തോളം നമ്മൾ ചെയ്യുന്നത്. കാരണം മതം ആചരിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് അവകാശമുണ്ട് ഈ രാജ്യത്തുനിന്ന് ഭരണഘടന എഴുതി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ്. ഒന്ന്, പിന്നെ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് ഇത് പകൽ പോലെ വെളിച്ചമാണ്. കാരണം ആ പിള്ളേരെ ജോലിക്കായിട്ടാണ് പറഞ്ഞു വിടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ മാതാപിതാക്കൾ പോലും പറഞ്ഞതാണ്. ഏതോ ഒരു കൊച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സങ്കടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് TTR ഒക്കെ ഇടപെട്ടതെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. സ്വാഭാവികമായിട്ട് വീട് വിട്ടു പോകുന്ന പിള്ളേര് ജോലിക്കാണെങ്കിൽ അകല സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു സങ്കടമെന്നല്ലാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി അല്ല ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ബലമായിട്ട് മതം ചേർത്തതായിട്ടോ തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ ചൈതന്യം തിരിച്ചറിയുന്നവര് ഈ വിശ്വാസത്തെ സ്വീകരിക്കുന്നുണ്ടാവും, അതിനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം മതം പ്രചരിപ്പിക്കുന്ന റൈറ്റ് ഓഫ് പ്രൊപ്പഗാൻഡ അതുള്ളത് കൊണ്ട് അങ്ങനെ ആവാം. ഇവിടെ അതുപോലും നമ്മളൊരു രാജ്യത്തെ തകർക്കാനോ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനോ അധികാരം സ്ഥാപിക്കാനോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ലതല്ല. നമ്മളുടെ ഒരു ചൈതന്യം ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ചൈതന്യം അറിയിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അഡ്വക്കേറ്റ് PM നിയാസ്, ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് ഛത്തീസ്ഗഡ് PCC പ്രസിഡന്റ് തന്നെ സമ്മതിച്ചിരിക്കുക. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് PCC അധ്യക്ഷൻ ദീപക് ബൈജ് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധിയായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നടക്കുന്നുണ്ട്, മതപരിവർത്തനം നടക്കുന്നുണ്ട്. ബലം പ്രയോഗിച്ച് മതം മാറ്റിയതോ മനുഷ്യക്കടത്ത് നടത്തിയതോ ആണെങ്കിൽ നടപടി സ്വീകരിക്കാമെന്നും പറയുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ട് അത് നിർത്തണം. BJP ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഇടപെടുന്നതിൽ സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ല. സർക്കാർ നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് അധ്യക്ഷൻ പോലും പറയുന്നത്. അവിടെയാണ് എതിർപ്പ്, കോൺഗ്രസിൻ്റെ എതിർപ്പ്. അഡ്വക്കേറ്റ് നിയാസ്, താങ്കൾ ലൈനിലുണ്ടോ? യെസ്, അഡ്വക്കേറ്റ് നിയാസ് അദ്ദേഹം ഇല്ല. ജയേന്ദ്ര മാസ്റ്റർ, നേരത്തെ ഫാദർ ജേക്കബ് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ചു. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേതുപോലെയല്ല ഛത്തീസ്ഗഡിലെ കാര്യങ്ങൾ. കാരണം അവിടെ ശക്തമായ ചില നിയമങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് ആദിവാസി
മേഖലകളിൽ ഉള്ളവർ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് വ്യാപകമായ പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ശക്തമായ നിയമങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ നോക്കിക്കാണാൻ പറ്റൂ. യെസ്, ജയേന്ദ്ര മാഷ്, ഞാൻ നിയാസിലേക്ക് പോകാം. നിയാസ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിയാസ്, താങ്കൾക്ക് കേൾക്കാമോ? എൻ്റെ ചോദ്യം കേട്ടോ താങ്കൾ? യെസ്, നിയാസ്, അഡ്വക്കേറ്റ് നിയാസ്, മതപരിവർത്തനം, ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് PCC അധ്യക്ഷൻ തന്നെ സമ്മതിച്ചു. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടക്കുന്നുണ്ട്. ദീപക് ബൈജ്, PCC അധ്യക്ഷൻ. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. ഈ 2 മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ടത് നിർത്തണം, BJP-യാണ് സംസ്ഥാനം ഭരിക്കുന്നത്, ഇടപെടുന്നതിൽ സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ പ്രശ്നമില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ഇത് വലിയൊരു വിഷയമാക്കി എടുത്തിരിക്കുകയാണ്. വലിയ ചർച്ചകൾ നടക്കുന്നു. അതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട തന്നെയല്ലേ അഡ്വക്കേറ്റ് നിയാസ്? നോക്കൂ, നമ്മൾ ഇക്കാര്യത്തെ നമ്മൾ രണ്ടായിട്ടാണ് കാണേണ്ടത്. ഒന്ന്, ഇന്ത്യ രാജ്യത്ത് മതേതരത്വ രാജ്യമാണ്. പക്ഷെ മതസ്വാതന്ത്ര്യം, മതപ്രചരണം നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ മതപരിവർത്തനം എനിക്ക് സ്വമേധയാ എനിക്ക് വേറൊരു മതത്തിലേക്ക് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അനിൽ നമ്പ്യാർക്ക് തോന്നുകയാണ് നാളെ ഒരു മതത്തിലേക്ക് പോകണമെങ്കിൽ ഒരു തടസ്സവും ഇന്ത്യയുടെ ഭരണഘടന പ്രകാരമില്ല. പക്ഷേ അനിൽ നമ്പ്യാരെ ഞാൻ നിർബന്ധിച്ച് എൻ്റെ മതത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് മാത്രമേ അതിന് നിയമം തടസ്സമായിട്ടുള്ളൂ. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനം മാത്രമേ തടസ്സമായിട്ടുള്ളൂ. മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും രണ്ടാണ്. മതപ്രചരണത്തിന് ഇപ്പോൾ നമ്മൾ 1968 ഉണ്ടായിരുന്ന ഒരു വിധിയെ സംബന്ധിച്ച് റവറൻഡ് സ്റ്റാൻസ്ലാക്ക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP ആൻഡ് ഒറീസയിൽ വളരെ വ്യക്തമായി കോടതി പറയുന്ന ഒരു കാര്യം അതാണ്. അവിടെ രണ്ടായിട്ട് തന്നെ കാണണം. ഇവിടെ താങ്കൾ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മതപരിവർത്തനം നിർബന്ധിതമാണ് എന്ന് തന്നെ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ നടപടിയെടുക്കേണ്ടത് ആരാണ് ബജ്രംഗ് ദളിനെ ഇക്കാര്യത്തിൽ ലോക പോലീസായി അല്ലെങ്കിൽ അഖിലേന്ത്യാ പോലീസായി തീരുമാനിച്ചത് ആരാണ്? അങ്ങനെ തീരുമാനിക്കാൻ ഭരണഘടനയിൽ പ്രൊവിഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇവയെ പിടികൂടുന്നതും ഇവരെ കൈകാര്യം ചെയ്യുന്നതും ഇവരെ ചോദ്യം ചെയ്യുന്നതും ഇവരെ വസ്ത്രങ്ങളും അതുപോലെ ഇവരുടെ കയ്യിലുള്ള ബാഗുകളും ഒക്കെ പരിശോധിക്കുന്നതും അതെടുക്കുന്നതും ഇവരെ കൈയേറ്റം ചെയ്യുന്നതും ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. അതിന് ഇന്ത്യയിൽ അനിൽ നമ്പ്യാരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഇന്ത്യയിലെ ഭരണഘടനയിൽ അങ്ങനെ പ്രൊവിഷൻ ഉണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ 2 കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ പറയുന്നു മതപരിവർത്തനമുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ നിലപാടുണ്ടായി. മതപരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ കേസെടുത്തു. പിന്നെ നിങ്ങൾ എന്തിനാ മനുഷ്യക്കടത്താക്കി മാറ്റിയത്? അപ്പോൾ മനുഷ്യക്കടത്താക്കി മാറ്റിയെങ്കിൽ മാത്രമേ NIA പദവിയിലേക്ക് വരൂ എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായപ്പോഴാണ് നിങ്ങൾ മനുഷ്യക്കടത്തിലേക്ക് പോകുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് മനുഷ്യക്കടത്താവുന്നത്? ഒരാൾ ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒക്കെ ബീഹാറിൽ നിന്നുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്നു. അത് പ്രായപൂർത്തിയായ അയാളുടെ ആര് കൊണ്ടുവന്നാലും അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജോലി ചെയ്യുന്നത് എവിടെയാണ് മനുഷ്യക്കടത്താവുന്നത്? മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കോണ്ടെക്സ്റ്റാണ്. ആ കോണ്ടെക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് അത് ആസൂത്രിതമാണ്. ഇവിടെ ഒരു കാര്യം മാത്രമല്ല, 2014 നമുക്ക് ഉണ്ടായിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സമുദായത്തോടുള്ള ന്യൂനപക്ഷങ്ങളോടുള്ള അക്രമങ്ങൾ 127 എന്നാൽ 2024 ആകുമ്പോൾ അത് 834 വർദ്ധിച്ചു. ഇത് എന്തുകൊണ്ടാണ് അനിൽ നമ്പ്യാരെ? നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കാസ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ ദിവസവും ഇതുപോലുള്ള ചർച്ചയിൽ നമ്മുടെ ജനം TV അങ്ങ് സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ മൊത്തം സ്ഥിതിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു വർഷത്തിനിടയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 751 പള്ളികളാണ് ആക്രമിച്ചതെന്ന് ഞാൻ പറയുന്നതല്ല, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ വിലയിരുത്തലാണ്. അല്ല, അവരുടെ രേഖാമൂലമുള്ള അവരുടെ പ്രസ്താവനയാണ്. അതാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം, ആധികാരികമായി നമ്മുടെ ബ്യൂറോയുടെ കണക്കുകളാണെങ്കിൽ ആധികാരികമാണ്. ഇതിപ്പോ അവരുടെ സംഘടന തന്നെയാണ് പറയുന്നത്, യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറം തന്നെയാണ് പറയുന്നത്, കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അല്ല
അല്ല അതുകൂടെ ഞാൻ വേറൊരു കണക്ക് കൂടി പറയാം. 2014 മുതൽ 2024 വരെ 4316 അക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായി എന്ന് ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ പാർലമെൻറ്റിൽ കൊടുത്ത കണക്കാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നുള്ള കണക്കുകൾ ഉദ്ധരിച്ചാണ് നിങ്ങൾ പറയുന്നത്. അതിൽ ഓരോ വർഷത്തെയും കണക്കുണ്ട്. 2014 ശേഷമുള്ള കണക്കുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 2013 100-ലേറെ മാത്രം ഉണ്ടായിരുന്നത് ഇത്രയും വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് ഉണ്ടാവേണ്ടത് 1000 എണ്ണല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ല 1200 ഉണ്ടാവാൻ പാടുള്ളൂ. അത് 4316 എങ്കിൽ അത് നിങ്ങളുടെ നയത്തിൻ്റെ തകരാറില്ലേ? ഞാനൊരു കാര്യം നിങ്ങൾ തുറന്നു പറയാൻ ഞാൻ പറയുന്നു, മനുഷ്യക്കടത്ത് അവിടെ മാറ്റി നിർത്താം. മതപരിവർത്തനമാണ് ബജരംഗദളിൻ്റെ വിഷയമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് പറയാലോ, എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു AD 52 അത് എന്തോ ആവട്ടെ, ആദ്യത്തെ ക്രൈസ്തവ ഒരു 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 മതപരിവർത്തനം അല്ലെങ്കിൽ പ്രചാരണം നടത്താൻ വേണ്ടി ഒരു ആൾ വന്നത് AD 52 എന്തോ ആവട്ടെ. ഏതായാലും 2000 കൊല്ലത്തോളം ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറി ഉണ്ടായിരുന്നല്ലോ. ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സഭ ഉണ്ടാക്കിയ BM സ്കൂളിലാണ്. ഞാൻ കോളേജിൽ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിൽ വന്ന് അന്നത്തെ ഭരണാധികാരികളോ അല്ല അന്നത്തെ രാജാക്കന്മാരിൽ നിന്നോ അനുവാദം വാങ്ങി തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് ഞാൻ പഠിച്ചത്. അതുപോലെ ധാരാളം പേര് അന്ന് എൻ്റെയൊക്കെ നാട്ടിൽ എത്രയോ ധാരാളം പേര് അവർ നിർമ്മല ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പ്രസവങ്ങൾ നടന്നത് ആ ഹോസ്പിറ്റലാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹം നടത്തുന്ന ആശുപത്രിയിൽ ചികിത്സിച്ചും അവിടെ പഠിച്ചുമൊക്കെ വന്ന ആളുകളൊക്കെ ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുണ്ടോ? ഞാനായിട്ടുണ്ടോ? എൻ്റെ കൂടെ ആരെങ്കിലും ആയിട്ടുണ്ടോ? അവരാരെങ്കിലും നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ മതപരിവർത്തനം നടത്തണമെന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നും ശതമാനക്കണക്കിൽ നോക്കിയാൽ 2% താഴെയല്ലേ ക്രിസ്തവ സമുദായമുള്ളത്. 1947 മുതലുള്ള നമ്മുടെ ജനസംഖ്യ എടുത്താൽ അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു 50 കൊല്ലം കൊണ്ടോ 25 കൊല്ലം കൊണ്ടോ അത് 2% നിന്ന് 10-12% മാറണ്ടേ? എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ 10 വർഷത്തെ നിങ്ങളുടെ ഒരു അജണ്ടകളാണ്. അജണ്ടകളുടെ ആവശ്യം നിങ്ങൾക്ക് വേണ്ടത് ഹിന്ദുക്കളുടെ ഒരു ക്രോഡീകരണമാണ്. ആ ക്രോഡീകരണം വേണമെങ്കിൽ നിങ്ങൾ ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തിനെതിരെയും ഒരു ഭാഗത്ത് ക്രൈസ്തവ സമുദായത്തിനെതിരെയും ആളിക്കത്തിച്ച് അവരെല്ലാം ഹൈന്ദവ മതങ്ങൾ വിശ്വാസികളെ അങ്ങ് കൊണ്ടുപോകുന്നു, മതപരിവർത്തനം നടത്തുന്നു, വിവാഹം കഴിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി ഞങ്ങളുടെയൊക്കെ എണ്ണം കുറച്ച് ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി, ഇന്ത്യ ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കി മാറ്റുമെന്ന് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. താങ്കൾ അത് വിസ്മരിക്കരുത്. ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണല്ലോ മണിപ്പൂരിൽ 1000 ദേവാലയങ്ങളാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തകർന്നു വീണത്. 200 പേര് ക്രൈസ്തവ സഹോദരങ്ങൾ അവിടെ ജീവഹാനി ഉണ്ടായി. 300 ആദിവാസി ഗ്രാമങ്ങൾ കത്തി നശിച്ചു. 60,000 ഹിന്ദുക്കളുണ്ട്. മണിപ്പൂരിലെ മെയ്തി കുക്കി വിഭാഗങ്ങളിൽ ക്രൈസ്തവരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഞാൻ ക്രൈസ്തവരുടെ മനഃപൂർവ്വം വളച്ചൊടിക്കാതെ ഞാൻ ഒരൊറ്റ കാര്യം അല്ല ഞാൻ അത് കൃത്യമായി പറയുന്നു. മണിപ്പൂരിൽ 1000 ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു. 200 ക്രൈസ്തവരായ വിശ്വാസികൾ അവിടെ ജീവഹാനി സംഭവിച്ചു. 300 ആദിവാസി ഗ്രാമങ്ങൾ, അത് ക്രൈസ്തവർ മാത്രമല്ല, അത് ക്രൈസ്തവരോട് അനുഭാവമുള്ള ആദിവാസി ഗ്രാമങ്ങൾ കത്തി നശിച്ചു. 60,000 ക്രൈസ്തവ വിശ്വാസികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായി അവർ പോയി. ഇതിനൊക്കെ ഉത്തരവാദികൾ അല്ല, ഇതിനൊക്കെ അവിടെ ആരാ മുഖ്യമന്ത്രി ആരാ? അവിടെ ഭരിക്കുന്നത് ആരാ? താങ്കൾ പറഞ്ഞല്ലോ അവിടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് BJP, അവിടെ ഭരിക്കുന്നത് BJP. 24 മണിക്കൂർ കൊണ്ട് ഒരു വലിയ സാമുദായിക സംഘർഷം ഇല്ലാതാക്കുവാനുള്ള ശക്തി ഇന്ത്യയിലെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോ മണിപ്പൂരൊക്കെ ശാന്തമായിരുന്നോ? മണിപ്പൂരിൽ എത്ര കാലമായി ആഭ്യന്തര കലാപം? ഞങ്ങൾ നടപടിയെടുത്തു. അവിടെ മുഖ്യമന്ത്രിയെ മാറ്റി, ഞങ്ങൾ കേന്ദ്ര സേനയെ വിന്യസിച്ചു, ഞങ്ങൾ എന്തെല്ലാം നടപടികൾ മുന്നോട്ട് പോയി. നിങ്ങൾക്കിതൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് ഏത് വിധേനയും കാസയെ ഉപയോഗിച്ച് കുറേ ക്രൈസ്തവരെ കേരളത്തിൽ നിന്ന് കേക്കുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അവിടെ അവരെ തലയറുത്ത് അവരെ ജയിലിലാക്കി അവർ മുന്നോട്ട് പോകുന്നു. പ്രൊഫസർ സ്റ്റാൻ സ്വാമിയുടെ സ്ഥിതി എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ത്രിപുരയിലെ ആദിവാസി ഗ്രാമത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്റ്റാൻ സ്വാമി
അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ്. ആസ്ട്രേലിയയിൽ നിന്നും വന്ന ഒരു മിഷണറിയെ നിങ്ങൾ കുഞ്ഞുങ്ങളെ അടക്കം ചുട്ടു കൊന്നപ്പോൾ അതിന് പ്രോത്സാഹനം നടക്കുന്ന നിലപാടല്ലേ മുന്നോട്ട് പോയത്? ഞങ്ങൾ പറയുന്നത് അത് ക്രൈസ്തവരാവട്ടെ, അതുപോലെ ജൈനരാവട്ടെ, ബുദ്ധമതക്കാരാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ഹിന്ദുക്കളാവട്ടെ, പട്ടികജാതിക്കാരാവട്ടെ, ആദിവാസികളാവട്ടെ, ആരുമാകട്ടെ, പേര് പറയാനുള്ള അവകാശം ഉണ്ടാവണം. അവിടെയാണ് ബജ്രംഗ് ദൾ പോലെ ബജ്രംഗ് ദൾ ഉപയോഗിച്ച് ഒരു ഭാഗത്ത് നിങ്ങളുടെ ഞാൻ വിട്ടുപോയതാണ് സിക്കാരടക്കം. ഒരു ഭാഗത്ത് ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിൽ നിങ്ങൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വന്ന് കേക്ക് കൊടുക്കുന്നു. മറുഭാഗത്ത് ചെന്നായുടെ ആട്ടുകോലിന്റെ എടുത്തു മാറ്റി അവിടെ അക്രമം കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ദീപക് ബൈജിനെയാണ്. താങ്കളുടെ പാർട്ടി ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ദീപക് ബൈജിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തു. അദ്ദേഹമാണ് പറഞ്ഞത് ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ BJP സർക്കാർ ഇടപെടട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ടത് നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ PM നിയാസ്, 35 അംഗങ്ങളുണ്ടല്ലോ കോൺഗ്രസിന്. ഛത്തീസ്ഗഡ് നിയമസഭയിൽ 35 അംഗങ്ങളുണ്ട്. ഈ 35 അംഗങ്ങളിൽ ഒരാളെങ്കിലും, നിങ്ങളുടെ പ്രതിനിധി സംഘം പോയല്ലോ, നിങ്ങൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് ഒരാളെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ? എന്താ വരാത്തത്? എന്താ അതിൻ്റെ കാരണം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നയമാണ്. നിങ്ങളെപ്പോലെ ഈ ഉത്തരേന്ത്യയിൽ ഒരു നയം, കേരളത്തിലൊരു നയം, അത് പിന്നെ കോട്ടയത്ത് കോഴിക്കോട് നയം, ഞങ്ങൾക്ക് ഒരൊറ്റ നയമുള്ളൂ. ആ നയം ഈ 35 പേര് കൂടി വന്നിരുന്നെങ്കിൽ 40 പേരായനെ. കേരളത്തിലുള്ള 2 സിസ്റ്റർമാർ, ആ 2 സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും, ആ 2 പേര് കേരളത്തിലുള്ള സഭാംഗങ്ങളാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ നേരിട്ട് അവിടെ പോയത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിലപാടേ ഉള്ളൂ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. ആ കോൺഗ്രസിൽ നിന്ന് ജയിച്ച ആളാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും വയനാടിന്റെ പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ഞങ്ങൾ ലോകസഭയിൽ നിങ്ങളുടെ നേതാവായ തലതൊട്ടപ്പനായ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മുഖത്തു നോക്കി ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നാളെയും പറയും. ഞങ്ങളൊരു കാര്യം തുറന്നു പറയും, 100 കൊല്ലം ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്ന നടപടിയല്ലാതെ മതേതരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു നടപടിയും ഞങ്ങൾ എടുക്കില്ല. അത് ഞങ്ങൾ നിശ്ചയിച്ചതാണ്, തീരുമാനിച്ചതാണ്. നിങ്ങൾക്കതല്ല. ഒരു 20 കൊല്ലം കിട്ടണമെങ്കിലും ഒരു സമുദായത്തെ അങ്ങ് കശാപ്പ് ചെയ്താൽ അത് 20 കൊല്ലം കിട്ടിയാൽ അതാണ് നിങ്ങൾ നിലപാടെടുക്കുന്നത്. ആ 2 നിലപാടുകളാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ഛത്തീസ്ഗഡിലെ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന ബെന്നി ബെഹനാൻ, അതുപോലെ റോജി എം ജോൺ ഉൾപ്പെടെ 5 പേരാണല്ലോ UDFന്റെ പ്രതിനിധികളായിട്ട് പോയത്, MP മാർ. ഞാൻ ചോദിച്ച ആ 35 MLA മാർ, കോൺഗ്രസിൻ്റെ MLA മാർ എന്തുകൊണ്ട് ഐക്യദാർഢ്യവുമായിട്ട് എന്തുകൊണ്ട് ഇവർ കഴിയുന്ന, ഇവർ അടക്കപ്പെട്ട ദുർഗ് ജയിലിന്റെ പരിസരത്ത് പോലും വന്നില്ല? എന്താ കാരണം? എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ അണിനിരത്താൻ നിങ്ങൾക്ക് പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് PCC അധ്യക്ഷൻ ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്? നിങ്ങളൊരു കാര്യം, ഈ PCC പറഞ്ഞ അഭിപ്രായം പറഞ്ഞത് എന്താ? മതപരിവർത്തനം നടക്കുന്നെങ്കിൽ സർക്കാർ നടപടി എടുക്കണം. അത് ഇങ്ങനെയല്ല വേണ്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്, താങ്കൾ പറഞ്ഞൊരു ചോദ്യത്തിന് നിങ്ങൾ കാത്തിരിക്കും. അടുത്ത ആഴ്ച ഞങ്ങൾ ഛത്തീസ്ഗഡിലെ PCCയുടെ നേതൃത്വത്തിൽ അതിശക്തമായ BJPക്കെതിരായ അതിശക്തമായ പ്രതിഷേധ പരമ്പര നടക്കുന്നതിൽ പ്രതിപക്ഷ അടക്കം അവിടെ പങ്കെടുക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി എപ്പോൾ സമരം നടത്തണം, എങ്ങനെ സമരം നടത്തണമെന്ന് ഈ ജനൻ TVയും BJPയും എല്ലാം തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഇതാദ്യം ഞങ്ങളുടെ ടേണാണ്. ഈ കേരളക്കാരായ 2 കന്യാസ്ത്രീ സഹോദരിമാരെ ക്രൂശിച്ചപ്പോൾ ആദ്യം ഞങ്ങൾ നടപടിയെടുക്കുന്നതും ആദ്യം പ്രതിഷേധം അറിയിക്കുന്നതും കേരളത്തിൽ നിന്നുള്ള MP മാരാണ്.
രണ്ടാമത് ഇന്ത്യയുടെ പാർലമെന്റാണ്. മൂന്നാമത് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രദേശങ്ങളാണ്. കേരളത്തിലെ 283 ബ്ലോക്കുകളിലും ഞങ്ങൾ ഇന്ന് പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് അയച്ചിട്ടിരിക്കുകയാണ്. അനിൽ നമ്പ്യാരുടെ ജനം ഉയർത്തുന്ന പ്രചരണങ്ങളെല്ലാം വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. PM നിയാസ്, ഇപ്പോൾ ഈ 2 കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണീർ പൊഴിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വലിയൊരു വിഷയം നടന്നല്ലോ അഡ്വക്കേറ്റ് PM നിയാസ്. ബിഷപ്പ് ഫ്രാങ്കോ, ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ലൈംഗിക ആരോപണം, ബലാത്സംഗ ആരോപണം ഒക്കെ ഉയർന്ന സമയത്ത് ആരോപണം ഉന്നയിച്ച സ്ത്രീ, അവരെ പിന്തുണച്ച് 2 കന്യാസ്ത്രീകൾ അന്ന് രംഗത്തിറങ്ങിയിരുന്നല്ലോ. അന്ന് നിങ്ങളുടെ പിന്തുണയൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ ഈ കന്യാസ്ത്രീകൾ എവിടെ പീഡിപ്പിക്കപ്പെടുന്നുവോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ എവിടെ വേദനിക്കുന്നുവോ അവിടെയൊക്കെ രക്ഷകരായി എത്തുന്നവരാണല്ലോ കോൺഗ്രസ്സുകാർ. എന്തുകൊണ്ട് ഈ സ്വന്തം കേരളത്തിൽ, ഈ കേരളത്തിൻ്റെ മണ്ണിൽ കൊച്ചിയിലാണല്ലോ അവർ അവിടെ സത്യാഗ്രഹം ഇരുന്ന സമയത്ത്, അവരുടെ പ്രതിഷേധം അറിയിച്ച സമയത്ത് എവിടെയായിരുന്നു സാർ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം? നിങ്ങളിപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് വെച്ച് പിടിച്ചല്ലോ, അന്ന് ആരെയും കണ്ടില്ലല്ലോ അവിടെ. ഈ 3 കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്താൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല അന്നൊന്നും. അപ്പോൾ നിങ്ങളുടെ പ്രതിഷേധം, നിങ്ങളുടെ അഭിപ്രായ പ്രകടനമൊക്കെ സെലക്റ്റീവ് അല്ലേ? ഞാനൊരു കാര്യം കൂടെ പറയാം. മതപ്രവർത്തനത്തിനെതിരെയുള്ള നീക്കങ്ങൾ വേറെയും, മത സംഘടനകളിൽ അല്ലെങ്കിൽ വൈദിക ശ്രേഷ്ഠന്മാർ, സന്യാസിനികൾ അവരൊക്കെ ചെയ്യുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ വേറെയുമാണ്. ഞാൻ ഒരൊറ്റ കാര്യം തിരിച്ചു ചോദിക്കട്ടെ. കാശ്മീർ തായ്വരയിൽ ഞങ്ങളുടെയൊക്കെ കണ്ണ് തെളിയിക്കുന്ന 8 വയസ്സുകാരിയെ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ അവിടെ തടഞ്ഞു വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ അതിൽ കുറ്റവാളികൾ, അവിടുത്തെ പൂജാരിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റവാളികൾ ഉണ്ടായപ്പോൾ ഇവിടുത്തെ VHPയോ അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ ബജരംഗ് ദളോ എന്ത് ചോദിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അവർ ചോദിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളിവിടെ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവരും അമൃതാനന്ദമയി മഠത്തിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, ഞങ്ങൾ എന്താ നിലപാടെടുത്തത്? അത് നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്ന് വെച്ച് അവിടെ ഒരു സംഭവമുണ്ട്. സത്യസായി ഈ ബാബയുടെ ആശ്രമത്തിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഞങ്ങൾ എന്താ നിലപാടെടുത്തത്? അവിടെയൊക്കെ ഞങ്ങളെടുത്തത് അവിടെ ഉണ്ടാവുന്ന ആ ക്രൈമിൽ നിയമപരമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ്. അത് മുസ്ലിം മതത്തിന്റെ ഒരു പള്ളിയിലാണെങ്കിലും, ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ദേവാലയത്തിലാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ സന്യാസിമാരോ അല്ലെങ്കിൽ സന്യാസിനിമാരോ, അല്ലെങ്കിൽ ഒരു ക്രൈമാണ് നടന്നത്. അവിടെ റേപ്പ് കേസായിരുന്നു, റേപ്പ് ആരോപണമായിരുന്നു, ബലാത്സംഗം ചെയ്തു എന്ന ആരോപണമായിരുന്നു. ദാറ്റ്സ് എ ക്രൈം. ഇവിടെ ഒരു ക്രൈമാണല്ലോ. ഈ 2 കന്യാസ്ത്രീകൾ ഒരു ക്രൈം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. 2 ക്രൈം ചെയ്തു, മതപരിവർത്തനം, അതുപോലെ മനുഷ്യക്കടത്ത്, എല്ലാം ക്രൈമാണ്. അവിടെ പക്ഷേ അവിടെ ക്രൈം ചെയ്ത ആൾ ഒരു ബിഷപ്പായതുകൊണ്ട് നിങ്ങൾ പഞ്ചപുച്ച അടക്കി നിന്നു. കാരണം എന്തുകൊണ്ടാണ്? നീ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വോട്ട് പോകുമോ എന്നുള്ളൊരു പേടി. ഇവിടെ ഛത്തീസ്ഗഡിൽ അഡ്വക്കേറ്റ് PM നിയാസ്, താങ്കൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറ, ഛത്തീസ്ഗഡിൽ ഈ UDF പ്രതിനിധി സംഘം എന്തിനാ പോയത്? ഇടത് പ്രതിനിധി സംഘം എന്തിനാ പോയത്? ഇനിയിപ്പം നാളെ സഖാവ് ശ്രീമതി ടീച്ചറും അതുപോലെ CS സുജാതയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തിനാ സാർ? ഈ കന്യാസ്ത്രീകളോടുള്ള സ്നേഹം കാരണമാണോ? അല്ലെ താല്പര്യം കാരണമാണോ? മമത കാരണമാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് വോട്ട് വേണം, ഇവരുടെ വോട്ട് ഉറപ്പിക്കണം. അതിനുള്ള ഒരു പൊറാട്ട് നാടകം എന്നതിനപ്പുറം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്? ഇവിടെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മുനമ്പം വിഷയത്തിൽ പോലും അവിടെ 500 കുടുംബങ്ങൾ സമരം ഇരുന്നപ്പോൾ എന്തുകൊണ്ടാണ് സാർ നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും അങ്ങോട്ട് പോയില്ലല്ലോ? അവിടുത്തെ MPക്ക് പുച്ഛമായിരുന്നല്ലോ ആ സമരത്തോട്. അപ്പം നോക്കൂ, ക്രൈസ്തവ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അല്ലെങ്കിൽ വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എപ്പോഴും സംരക്ഷകരായി കോൺഗ്രസ് നേതാക്കന്മാർ അവതരിച്ചിട്ടില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രമേ ചില വിഷയങ്ങളിൽ ഇടപെടുന്നുള്ളൂ. അങ്ങനെ ഇടപെടുന്നത് തന്നെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അഡ്വക്കേറ്റ് PM നിയാസ്, മറ്റൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിലേക്ക് എനിക്ക് പോകണം. ശ്രീ കെന്നഡി കരിമ്പിൻകാലയിൽ സംവാദത്തിലേക്ക് സ്വാഗതം. ശ്രീ കെന്നഡി, എന്തായാലും ഇന്ന് ഈ 2 കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല. കേന്ദ്രമന്ത്രി ഇന്നലെ ഉറപ്പ് കൊടുത്തിരുന്നു. ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈ കേസിൽ അന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണെന്ന് മാത്രം. താങ്കൾക്കറിയാം, ഒരു വിഷയം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഭരണകൂടത്തിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്.
അപ്പോൾ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്തായാലും നാളെ ഈ വിഷയത്തിൽ കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് നേരിട്ട് അറിയാം. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ശരി, അത് വാങ്ങും. അനിൽ നമ്പ്യാരെ, ഈ ഇതിനകത്ത് ഞാൻ പല ചാനലുകളിൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള വേർഷൻസാണ് നമ്മൾ കേൾക്കുന്നത്. ജാമ്യത്തെ പ്രോസിക്യൂഷനെ എതിർത്തു എന്നും എതിർത്തില്ല എന്നും 2 വേർഷൻ ഞാൻ കേട്ടു. ഇപ്പോൾ ഒരു 5 നിമിഷം മുമ്പ് ഞാൻ മറ്റൊരു ചാനലിൽ 3 അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ. അവർ 3 പേരും പറഞ്ഞത് പ്രോസിക്യൂഷൻ എതിർത്തു, പക്ഷേ സ്ട്രോങ് ആയിട്ട് എതിർത്തില്ല, അതുകൊണ്ട് അതാണ് അതിന്റെ പ്രൊസീജിയർ. കാരണം എതിർക്കാനാണെങ്കിൽ ഇത് കൊടുക്കാനേ പറ്റില്ല എന്ന് പറയും. ശ്രീ കെന്നഡി, അങ്ങനെ ഒരു നിലപാടെടുത്തില്ല. അവിടെ സർക്കാർ അഭിഭാഷകൻ വാ തുറന്നത് ഒരൊറ്റ കാര്യം പറയാനാണ്. ഇതിൽ അന്വേഷണം, ഈ കേസിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് മാത്രം പറയാൻ. പിന്നെ അതെങ്ങനെയാ എതിർക്കുന്നത്? അതുപോലും പറയേണ്ടതാണോ? അല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് അത് ഒരു വേറൊരു വിധത്തിൽ ഇത് മനസ്സിലാക്കൂ. ഞാൻ പറയുന്നത് അങ്ങനെ കോടതി നടപടികളിനകത്ത് പല വിധത്തിലുള്ള പ്രൊസീജിയർ, പല ടാക്ടിക്സ് ഉണ്ടല്ലോ. അതിനകത്ത് പ്രോസിക്യൂഷൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് അതിനെ ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിൽ അതിനെ ഖണ്ഡിച്ചില്ല. പക്ഷേ പ്രോസിക്യൂഷൻ ഒരു എന്താ പറയുന്ന ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം പ്രോസിക്യൂഷനാണ് ഈ കേസ് മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്നവർ തന്നെ കേസ് ഇല്ലാതാക്കുക, ആ തരത്തിലേക്ക് അതിൻ്റെ ഒരു പ്രാരംഭ നടപടികളിൽ തന്നെ അങ്ങനെ ചെയ്തുകൂടാ. അതൊരു എത്തിക്സിന് ചേരുന്നതല്ല. അതുകൊണ്ട് അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് എതിർത്തില്ല എന്നൊക്കെയാണ് അതിൻ്റെ വെർഷൻസ് വന്നത്. എന്തായാലും നാളെ ഇനിയിപ്പോൾ വിധി വരുന്നു, അപ്പോൾ ജാമ്യം കിട്ടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പ്രോസിക്യൂഷൻ അങ്ങനെ കാര്യമായ എതിർപ്പ് ഉന്നയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ ജാമ്യം കിട്ടുമെന്ന് തന്നെയും കരുതുന്നു. കാരണം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോഴും അത്തരത്തിലുള്ള ഒരു സൂചനയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയിൽ നിൽക്കുന്നു. നമ്പ്യാരെ, ഞാൻ മറ്റു ചില കാര്യങ്ങളാണ് കാണുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വിഷയത്തിൽ LDF UDF എന്തിനാണ് ഈ ഛത്തീസ്ഗഡിലേക്ക് ഈ ടീമുകളെ അയക്കുകയും അവിടെ പോയി ഈ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, KPCC പ്രസിഡന്റ് പോകാൻ പോവാ നാളെ രാവിലെ, അല്ലെങ്കിൽ ഇന്ന് രാത്രി പോവും. KPCC പ്രസിഡന്റ് പോയാൽ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ആദ്യം ചെയ്യേണ്ടത് ഛത്തീസ്ഗഡിലെ PCC പ്രസിഡന്റിനെ ഈ കാര്യം ബോധിപ്പിക്കണം. ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഈ സർക്കാർ ഇട്ടിരിക്കുന്ന ഈ പറയുന്ന FIR തെറ്റാണെന്നും നിങ്ങളുടെ കോൺഗ്രസിന്റെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റിനെ ആദ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കൂ. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഇന്നലെ വൈകിട്ടത്തോടുകൂടി പുറത്തു വന്നിട്ടുണ്ട്. ഗോത്ര മേഖലകളിൽ മുഴുവൻ കൺവേർഷൻ നടക്കുന്നു. അതുകൊണ്ട് ഗതികെട്ടിട്ടാണ് കോൺഗ്രസ് സർക്കാർ ഈ മതപരിവർത്തന നിരോധന നിയമം ഇവിടെ നടപ്പാക്കിയതെന്ന്. അപ്പം ഞങ്ങൾ പാവപ്പെട്ട ഈ കേരളത്തിലിരിക്കുന്ന ഞങ്ങൾ ഇത് ആര് പറയുന്നത് വിശ്വസിക്കണം? നിങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്നത് വിശ്വസിക്കണോ? നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് വിശ്വസിക്കണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കേരളത്തിലൊരു പ്രതിപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാമെങ്കിലും ഏകദേശം ഇന്ത്യയിൽ ഇനി എത്ര സ്റ്റേറ്റിൽ ബാക്കിയുണ്ട്? ഈ ഛത്തീസ്ഗഡിൽ BJP ആണ് അവിടെ ഭരിക്കുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? ഇടതുപക്ഷമാണെങ്കിൽ അതിലും കഷ്ടമായ സ്ഥിതി. BJPക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ ഈ ഘട്ടത്തിൽ മുറിവേൽപ്പിക്കാതെ, അവരെ കുത്തി നോവിക്കാതെ, അവരെ പരിഹസിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയുമെങ്കിൽ അവരെ ഒന്ന് പിന്തുണ കൊടുത്ത് കന്യാസ്ത്രീകളെ വെളിയിലിറക്കാനല്ലേ ആത്മാർത്ഥമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ കാര്യത്തിൽ ആത്മാർത്ഥത, ഈ വിഷയത്തോട് ആത്മാർത്ഥതയാണോ നിങ്ങൾ സമീപിക്കുന്നതെന്ന് സംശയം തോന്നും. കാരണം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ വേണേ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ നേതാവ് ചിരി അടക്കിയിട്ടില്ല. ലോട്ടറി അടിച്ചാൽ പോലും ഇത്രയും സന്തോഷം കാണുകയല്ല. അതുപോലെ പുള്ളി നടക്കുന്നേ. നാളെ എങ്ങാനും കന്യാസ്ത്രീ ജാമ്യത്തിൽ ഇറങ്ങിയാൽ അദ്ദേഹം ടപ്പോന്ന് വീഴും. അദ്ദേഹത്തിന്റെ സകല സന്തോഷവും പോകും, ബോധം കെട്ട് താഴെ പോകും. അതാ സത്യം. അപ്പം അതാണ് യാഥാർത്ഥ്യമെന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ BJP അവിടെ അധികാരത്തിലിരിക്കുന്നു, ഇവിടുത്തെ BJP ആണ്, കേന്ദ്രത്തിൽ BJP ആണ്. നമുക്കറിയാം ആ ഒരു ലൈനപ്പിൽ വന്നാൽ എന്തെങ്കിലും സഹായം അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഈ സമയത്ത് BJPക്ക് ഇട്ട് കുത്താതിരിക്കുക. പക്ഷേ നമ്പ്യാരെ, ഞാൻ മറ്റൊരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ വളരെ വിഷമത്തോടെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ പുതിയ BJPക്ക് നേതൃത്വം വന്നു. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ നല്ല ഒന്നാം തരം ടീമും നിലവിൽ വന്നു കഴിഞ്ഞു.
എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ക്രൈസ്തവരുടെ വോട്ട് താമരയ്ക്ക് അബദ്ധത്തിൽ പോലും കുത്തരുത്, വീഴരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ സംഘപരിവാറിലെ ചില സംഘടനകളുടെ നേതാക്കൾ ഇവിടെ പ്രസ്താവന നടത്തുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് വിലക്കണം, അത് നിർത്തണം. അത് BJP നേതാക്കൾ മിണ്ടാതിരുന്നാൽ ഞങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് എൻഡോഴ്സ് ചെയ്യുന്നു വേണ്ടേ മനസ്സിലാക്കാൻ? അത് നിർത്തിയിട്ട് വേണം ഞങ്ങളുടെ അരമണികളിലേക്ക് മെത്രാച്ചന്മാരെ കാണാൻ വരാൻ. അതല്ലാതെ മെത്രാച്ചന്മാരെ കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇവർ വഴുതികളെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്നു. അവർ പറയുന്നു കന്യാസ്ത്രീകളും മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട്, അത് അന്വേഷിക്കണം. ബിഷപ്പ് പാംബ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേര്. ഈ ഒരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ വർഷത്തിൽ ഇത്ര ഒരു കോൺട്രാവേഴ്ഷ്യൽ ആയിട്ടൊരു വിഷയം നിൽക്കെ കേരളത്തിലെ സംസ്ഥാന BJP കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് ഏത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു ഘട്ടത്തിൽ സംഘപരിവാറിലെ സംഘടനകൾ ചെയ്യേണ്ട കാര്യമാണോ ചെയ്യുന്നത്? പാംബ്ലാനിയുടെ സ്റ്റേറ്റ്മെന്റ്സും കുറച്ച് കടുപ്പത്തിലുള്ളതായിപ്പോയി കേട്ടോ. സാധാരണ ഒരു ബിഷപ്പൊക്കെ പ്രസ്താവന ഇറക്കുമ്പോൾ അതിനൊക്കെ ഒരു മയം ഉണ്ടാവും. പക്ഷേ ഇതിന് കുറച്ച് കടുപ്പം, കാഠിന്യം കൂടിപ്പോയി. അദ്ദേഹം വെല്ലുവിളിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ BJPയുടെ പേരിലും അല്ല, അദ്ദേഹം BJPയുടെ പേരിലും സംഘപരിവാറിനോട് എന്തോ ഒരു ചായ്വ് കാണിച്ചെന്ന പേരിലൊക്കെ ഒരു സമയത്ത് വയറ് നിറച്ച് കിട്ടിയ ആളല്ലേ. ആ ഒരു പരിഗണന കൊടുത്തൂടെ? 300 രൂപ റബ്ബറിന് തന്നാൽ എന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർമ്മിക്കണം. അതും ബിഷപ്പ് പാംബ്ലാനിയുടെ വായിൽ നിന്ന് തന്നെ വന്നതല്ലേ. അപ്പോ അദ്ദേഹത്തിനോട് കാരണം ഇത് കൂട്ടത്തിലുള്ള സഹോദരികളല്ലേ അകത്ത് കിടക്കുന്നത്. അത് ജാമ്യം കിട്ടുന്നില്ല. അവരാ തെറ്റ് ചെയ്തിട്ടുമില്ല. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ആ പുരോഹിതർ മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ, അവർ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ചിലയിടത്ത് കൺവേർഷൻ നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ഈ അനുഭവസ്ഥരോട് ചോദിക്കൂ, ഇതെല്ലാം സ്നേഹം കൊണ്ടാണ് കീഴടക്കപ്പെടുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് കഴുത്തിന് പിടിച്ച് ഇവിടെ ആരെയും മതം മാറ്റുന്നില്ല. സ്നേഹത്തിലൂടെ അവർ തന്നെ മാറുന്നെങ്കിൽ നിലവിലുള്ള നിയമങ്ങളൊന്നും ഇവരെ അകത്തിടാൻ പര്യാപ്തമല്ല. കെന്നഡി, അവിടെ ഒരു വിയോജിപ്പുണ്ട് എനിക്ക് താങ്കളോട്. അതായത് കെന്നഡി കരിമീൻകാലയിൽ പ്രത്യേകിച്ച് ഇത്തരം പ്രദേശങ്ങളിൽ, ഇപ്പോൾ ഈ ആദിവാസി മേഖലകളിൽ, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ ഒക്കെ, ഈ നിർധനരുടെ ഇടയിൽ, അവിടെയൊക്കെ ഒരു തരത്തിൽ ചൂഷണത്തിന് വിധേയമാക്കിയില്ലേ? അവർക്ക് പണം കൊടുക്കാം എന്ന് പറയുന്നു, അവർക്ക് തൊഴിൽ കൊടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ ഈ ദൈന്യാവസ്ഥ പൂർണ്ണമായും ചൂഷണം ചെയ്ത് മുതലെടുത്ത് അവരെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നില്ലേ? അതൊരു പുതിയ സംഭവമാണ്. ഇപ്പോൾ കേരളത്തിലും അങ്ങനെയൊക്കെ നടക്കുന്നില്ലേ ശ്രീ കെന്നഡി കരിമീൻകാലയിൽ? നമുക്കത് പൂർണ്ണമായി അങ്ങ് നിഷേധിക്കാൻ പറ്റുമോ? നിരവധി ഉദാഹരണങ്ങളുണ്ട്. കാരണം ഈ വിഷയം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉദാഹരണങ്ങളുമായി അനുഭവസ്ഥ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കേണ്ട എന്ന് കരുതി മാത്രമാണ് അത്തരം അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിലൂടെ പുറത്തുവിടാത്തത്. നമ്മളായിട്ട് എരുതിയിൽ എണ്ണയൊഴിക്കണ്ട എന്നൊരു തീരുമാനം എടുത്തു. നിരവധി അനുഭവസ്ഥ അവർ കടന്നുപോയ അനുഭവങ്ങൾ അത് പങ്കുവെക്കാൻ തയ്യാറാണ്. അല്ല, നന്നായി. കാരണം നമ്പ്യാർജി ഇപ്പൊ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട. ആ ഒരു പക്വത നമ്പ്യാർജി കാണിക്കുന്നു. ഞാൻ അവിടെയാണ് പറഞ്ഞത്, അതാണ് പക്വത എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ അല്ല അത് വിളമ്പേണ്ടത്? ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അതാ പറഞ്ഞത്, അതല്ല ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്തോ മറ്റു ചില കളികളുണ്ട്. രാജീവ് ജിയുടെ പുതിയ ടീമിനോടുള്ള വിരോധമോ, അല്ലെങ്കിൽ ഈ പുതിയ ടീം വന്ന് ഇവിടെ BJPക്ക് ക്ലച്ച് പിടിപ്പിക്കരുതെന്നോ, അവരെ നിലം തൊടിക്കരുതെന്നോ ആരോ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് സംഘപരിവാർ മനസ്സിലാക്കിയാൽ നല്ലത്. പുറത്തുനിന്നും ആരും വരണമെന്നില്ല ഇവിടുത്തെ പ്രസ്ഥാനമില്ലാതാകാൻ. ഞാൻ അതാണ് അതിനകത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇനി ഗോത്രവർഗ മേഖലയിലെ മതം മാറ്റത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. കന്യാസ്ത്രീകൾ മതം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ ലെഫ്റ്റനൻ്റ് റാങ്കിലും ഒക്കെ നല്ല പൊസിഷനിലുള്ള ഫോഴ്സിലുള്ളവരുണ്ട്. ഞാൻ ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ നിന്ന് കിട്ടിയ അറിവ് പ്രകാരമൊക്കെ ഞാൻ പറയുകയാണ്, ഈ കൺവേർഷൻ നടന്ന മേഖലകളിൽ, ഈ നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ഗോത്രവർഗ മേഖലകളാണ് മുഴുവൻ.
അവിടെ ഈ കൺവേർഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കൺവേർഷൻ നടന്നിരിക്കുന്നിടത്തെ പ്രത്യേകത, ഈ കൺവേർട്ട് ചെയ്യപ്പെട്ടവരെല്ലാം സമൂഹത്തിൽ എഡ്യൂക്കേഷനലി, സോഷ്യലി, കൾച്ചറലി, ഫിനാൻഷ്യലി എല്ലാ അർത്ഥത്തിലും അവർ സൊസൈറ്റിയിൽ ഒരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പായി മാറുന്നുണ്ട്. ഈ ഗോത്രവർഗം എന്നുള്ള രീതിയിൽ ഈ അവരുടെ സ്വത്വം സംരക്ഷിച്ച് അവിടെ ഈ കൺവേർട്ട് ചെയ്യപ്പെടാതെ ഇരിക്കുന്നവർ എന്നോട് പറഞ്ഞ ഭാഷ ഞാൻ ആവർത്തിക്കുകയാണ്, അവരാ കയ്യാലപ്പുറത്ത് എലിയെ ചുട്ടുകൊന്ന് നിന്ന് അവിടെ ഇരിപ്പുണ്ട്. അത് തുടരണമെന്നാണ് ആരോ ആഗ്രഹിക്കുന്നതെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദ ചർച്ച് വിൽ ടേൺ ബാക്ക്. ദേ ആർ നോട്ട് ഗോയിങ് ടു ടേൺ ബാക്ക്. ദേ വിൽ ഗോ ഹെഡ് നമ്പ്യാർജി. ഇതുകൊണ്ടൊന്നും ചർച്ച് അവരുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല, അവരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറില്ല. അവർ ആ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും, ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും. ആ പാവപ്പെട്ടവരെ എലിയെ ചുട്ടു നിന്ന് ജീവിതം കഴിക്കാൻ അനുവദിക്കില്ല. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും, അവരെ തൊഴിൽ കൊടുക്കും, എല്ലാ വിധത്തിലും അവരെ സഹായിക്കും. എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് നടന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ സ്നേഹത്തിന്റെ ഭാഷയിലാണ്. സ്നേഹം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്, മറ്റൊരർത്ഥത്തിൽ അതിനെ കാണുകയും വേണ്ട. ആ തരത്തിൽ ആ കൺവേർട്ട് ചെയ്യപ്പെട്ടവർക്ക് ഒരു നഷ്ടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അന്വേഷിച്ചോളൂ. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അത് അന്വേഷിക്കൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധിത മതപരിവർത്തനം തെറ്റ് തന്നെ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് തടയുകയും വേണം. ഈ കന്യാസ്ത്രീകളെ ചെയ്തു എന്ന് ഒരു കാരണവശാലും തെളിയിക്കാൻ കഴിയില്ല. കാരണം ആ കൂടെ വന്നവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പലയിടത്തും അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് കാണാവുന്നതാണ്. പിന്നെ ഇത്രയും വർഷമൊക്കെ കൺവേർട്ട് ചെയ്തിട്ടും ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ ശതമാനം എത്ര ഇന്ത്യയിൽ? 2%. എന്നാൽ മറ്റ് ഇതിൻ്റെ കൂടെയുള്ള മറ്റൊരു ന്യൂനപക്ഷത്തിൻ്റെ സ്ഥിതി നോക്കൂ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്തായിരുന്നു, ഇപ്പം എന്താണ് സ്ഥിതി എന്ന് നോക്കൂ. ലോകത്താകമാനം അവരുടെ സ്ഥിതി എന്താണെന്ന് നോക്കൂ. സിറിയ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു, ലെബനൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ബ്രിട്ടൻ താമസിയാതെ ആണവായുധമുള്ള രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കുക, ആരുടെ കയ്യിലാണ് ഇരിക്കാൻ പോണമെന്ന്. ആ സ്ഥിതി ലോകത്ത് നടക്കുകയാണ്. കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ ഈ 2% ഈ പാവങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവരെ ഓടിച്ചിട്ട് തല്ലുന്നത്? വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അതുണ്ടാവരുത്. അവരെ കൂടെ നിർത്തൂ, അവരെ ചേർത്ത് പിടിക്കൂ. അവരെ തല്ലുകയല്ല ചെയ്യേണ്ടത്. അവരുടെ നേരെ കൈയൂക്കി ഒരു ബജറംഗത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നത് കേട്ടു, തെറ്റിദ്ധാരണയല്ലേ? അങ്ങനെയുള്ളവരെ തിരുത്തണം. തെറ്റ് കന്യാസ്ത്രീകളുടെ ഭാഗത്തല്ല നമ്പ്യാർജി, തെറ്റ് തിരുത്തപ്പെടണം. ഓക്കെ, എന്തായാലും ശ്രീ കെന്നഡി ആരും ഓടിച്ച് വിടുന്നില്ല, ചേർത്ത് പിടിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചിലരൊക്കെ ഉണ്ട്. അവരാണ് ഈ മുതലെടുപ്പ് രാഷ്ട്രീയവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധ്യം അത് ക്രൈസ്തവ സമൂഹത്തിനുണ്ടാകും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. വളരെ സുദീർഘമായ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് സാറും നിയാസും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാവുന്നത്? എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ മാത്രം ചർച്ചയാവുന്നത്? എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മാത്രം ഇത് ചർച്ചയാവുന്നത്? സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നുവോ? ആ കാലഘട്ടത്തിൽ ഈ അച്ഛന്മാരുടെയും ഈ നിയാസുമാരുടെയും നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനോട് യോജിക്കുന്നു. സർ, സ്വാഭാവികമായിട്ടും സേവനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ കന്യാസ്ത്രീകളും അച്ഛന്മാരും എന്നുള്ളത് സത്യമാണ്. അവർ മാത്രമല്ല സർ, ബനാറസിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ വിദ്യാലയം ഉൾക്കൊള്ളുന്നതും മറ്റൊരു സമുദായത്തിന്റെ പേരിലാണ്. നളന്ദയിലെയും തക്ഷശിലയിലെയും ആളുകൾ ചെയ്തുകൊണ്ടിരുന്നതും രാജാക്കന്മാരും ഹൈന്ദവ ആളുകളും ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ്. വനവാസി കല്യാണാശ്രമം ഏതാണ്ട് 1 ലക്ഷത്തോളം ഏകലവ്യ വിദ്യാലയങ്ങൾ ഇന്ത്യയിലെ വനവാസി ആശ്രമങ്ങൾക്കിടയിലും വിഭാഗങ്ങൾക്കിടയിലും പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് നടത്തുന്നത് ഇതേ പ്രവർത്തനമാണ് വിദ്യാഭാരതിയും ആയിരക്കണക്കിന് ആളുകൾ, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ നെറ്റ്വർക്കായി അവരും ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ മോശമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കന്യാസ്ത്രീകളും വിവിധ സഭകളും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല അച്ചോ. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടില്ലേ അച്ചോ? ജലന്ധറിന്റെ ബിഷപ്പിനെ കുറിച്ച് അതേ തിരുവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീ പറയുന്നു, 13 തവണയാണ് എന്നെ ബലാത്സംഗം ചെയ്തത്. അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെയും നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന അക്കൗണ്ടിൽ പെടുത്തണമോ? സിസ്റ്റർ അഭയ കൊല്ലപ്പെടാനിടയായതിനും അവർ പറയുന്നതുമായ കാര്യങ്ങളും വിഭിന്നമാണ്. കേരളത്തിലെ പല അനാഥാലയങ്ങളെ നടത്തിപ്പിനെ കുറിച്ച് സഭയ്ക്ക് അകത്ത് തന്നെ വന്നവരുമുണ്ട്. ഒരുപക്ഷെ അവർ എണ്ണത്തിൽ കുറവായിരിക്കാം. അത്തരം ആളുകളുടെ എണ്ണത്തിൽ കുറവായവരെ എല്ലാവരെയും ഒരേ രേഖയിൽപ്പെടുത്താൻ പറ്റുമോ? രണ്ടാമത്, തെറ്റാര് ചെയ്താലും ഇന്ത്യ രാജ്യത്ത് അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ? നോക്കൂ, ശങ്കരാചാര്യ സ്ഥാപിച്ച 4 മഠങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ മഠം എന്ന് പറയുന്നത്. 4-ൽ ഒരാളാണ് കാഞ്ചി കോമകോടി ജയേന്ദ്ര സരസ്വതി സ്വാമികൾ.
ഞാൻ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സർ. 10 വർഷമാണ് ആ പാവം മനുഷ്യനെ ക്രൂരമായി മർദ്ദിച്ച് തമിഴ്നാട്ടിലെ ജയിലറയ്ക്കുള്ളിൽ ഇട്ടത്. 2004 ഒരാളെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞ് 13 ദിവസം വായിൽ നിന്നും രക്തം വരുന്നത് വരെ മർദ്ദിച്ച കഥകൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത് 2013 2004 പിടിച്ചകത്തിട്ട് 2013 പുറത്തു വിട്ടപ്പോഴും ഈ രാജ്യത്ത് ആരും പ്രതിഷേധിക്കാനുണ്ടായിരുന്നില്ല. അത്തരത്തിൽ നിരവധിയുണ്ട്. ഇനി അച്ഛൻ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു. അച്ഛൻ പറയുന്നത് എന്താണ്? നോക്കൂ, അവിടെ ജാമ്യം കിട്ടരുത് എന്ന് വിചാരിച്ച് ഭരണകൂടം പ്രവർത്തിച്ചു. ഞാൻ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കേസ് ഉണ്ട്. യെസ്, ജയേന്ദ്രൻ മാസ്റ്റർ സാങ്കേതിക പ്രശ്നമാണെന്ന് തോന്നുന്നു. ഫാദർ ജേക്കബ്, ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം, അങ്ങനെ കരുതുന്നതിന് പകരം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഞങ്ങൾ ഇച്ഛിക്കുന്ന പോലെ കാര്യങ്ങൾ ഞങ്ങളുടെ വരുതിയിലാവണം എന്നൊരു നിർബന്ധ ബുദ്ധി, അത് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നില്ലേ? കാരണം ഇത് ഈ രീതിയിൽ ഇவ்விധം ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കില്ലേ? പൊതുവിൽ സമൂഹം അങ്ങനെയല്ലേ നോക്കിക്കാണുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ് ഇരിക്കുന്നുണ്ട്. അവരുടെ സ്ഥിരം ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും കേന്ദ്ര സർക്കാർ അവരുടെ സ്വന്തം കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്ര സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഇവർക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ ആരോപിക്കുന്നത്, നോക്കൂ, കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തു, അല്ലെങ്കിൽ അമിത്ഷാ ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തു, ജുഡീഷ്യറിയെ സ്വാധീനിച്ചു, അങ്ങനെ ഒരു ആരോപണം ഇവർ ഉയർത്തില്ലേ? ഇവരുടെ സ്ഥിരം ആരോപണം അതാണ്. ജുഡീഷ്യറിയെ അടക്കം കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന കേന്ദ്ര സർക്കാരാണ് രാജ്യത്ത് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഉയരില്ലേ? അതിന് പകരം കൃത്യമായിട്ട് ഈ 2 കുറ്റാരോപണങ്ങളിലും ഒരു പങ്കുമില്ല എന്ന് തെളിയിക്കാൻ ശക്തമായ തെളിവുകളുമായിട്ട് കോടതിയുടെ മുന്നിൽ ഹാജരായി ആ ഭാഗം അവതരിപ്പിക്കുന്നതല്ലേ ഏറ്റവും അഭികാമ്യം. അതാണ് ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത്. മജിസ്ട്രേറ്റ് കോടതിയിൽ പരാജയപ്പെട്ടു, അതുപോലെ സെഷൻസ് കോടതിയിലും. ശരിയാണ്, ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ NIA കോർട്ടിലേക്ക് അത് മാറ്റിയെങ്കിലും അവിടെ പറയാനുള്ള ഒരു ഈ 2 കന്യാസ്ത്രീകളുടെയും ഭാഗം ഇതാണ് എന്ന്, എന്താണ് അവിടെ സംഭവിച്ചത്, ആ പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത്, റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചെറിയൊരു പരിശ്രമം പോലും ഈ 2 കന്യാസ്ത്രീകളുടെയും അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടില്ലേ? അവിടെ സഭ തീരുമാനിച്ച അഡ്വക്കറ്റല്ല, മറ്റാരോ കെട്ടിയിറക്കിയ ഒരു അഡ്വക്കറ്റ് ഇവർക്ക് വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ 2 കന്യാസ്ത്രീകളും കുറേ കാലം കൂടി ജയിലിൽ കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഇപ്പോൾ കോട്ടും സൂട്ടും ഇട്ട് നേരെ ഛത്തീസ്ഗഡിലേക്ക് വെച്ച് പിടിച്ചത്? അങ്ങനെയും കേൾക്കുന്നില്ല. നേരത്തെ ശ്രീ കരിമ്പിൻ കാലയിൽ അത് കൃത്യമായിട്ട് അദ്ദേഹം ഭംഗ്യന്തരേണ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നടക്കുന്നില്ല. ഇതിൻ്റെ മറവിൽ ഇങ്ങനെയൊരു വിഷയം അത് പെരുപ്പിച്ച് കാണിച്ച് അതിൻ്റെ മറവിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായിട്ട് സഭയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? ഇവിടെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്നോട് എൻ്റെ കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ച 1-2 കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ പറയണമല്ലോ. അതായത് വിദ്യാഭ്യാസത്തിന്റെ അനന്യതയും മറ്റ് സമൂഹങ്ങൾ, ഹൈന്ദവ സമൂഹങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ മോണോപ്പൊളി ക്രിസ്ത്യാനികൾക്കാണെന്ന് ഞാൻ അവകാശപ്പെട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷെ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന, കത്തോലിക്ക സഭ ചെയ്യുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നലുള്ള ഒരു കാര്യം മനുഷ്യരെ ബോധവൽക്കരിച്ച് അവരെ ശക്തരാക്കുക, അവരെ നല്ലവരാക്കി തീർക്കുക, നന്മയുള്ളവരാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായതുകൊണ്ട്
കത്തോലിക്ക സഭ ഇത് നിർവഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഭാരതത്തിലെ വിദ്യാഭ്യാസം കൊടുത്തത് മുഴുവൻ കത്തോലിക്കർ മാത്രമാണ് എന്ന് ഞാൻ വാദിച്ചില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കണം ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ടോ നടത്തുന്നില്ലയോ എന്നുള്ളത് ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കാത്ത ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമല്ല. അത് പൊതുജനം കണ്ടെത്തേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ആ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഈ സിസ്റ്റർമാരുടെ കാര്യത്തിൽ ഇത്രയും ഗൗരവമായിട്ട് കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നു ചോദിച്ചാൽ, ഇത് ഇപ്പം പ്രിയപ്പെട്ട നമ്പ്യാർ പറയുകയുണ്ടായി, എന്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും നടന്ന കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് കഴിയാതെ പോയിന്ന്. ആരാ ഇവർക്ക് വേണ്ടി വാദിക്കാനുള്ളത്? അവിടെ ഇവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നവരല്ല ശത്രുക്കളാ, ആ പോലീസ് അടക്കമുള്ളവര്. അതുകൊണ്ട് ബെയില് ലഭിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മാരകമായ ഒരു കൃത്യമാണ് അവർ ചെയ്തത് എന്ന് ആ പോലീസും അവിടെയുള്ള ആളുകളും പറയുമ്പോൾ, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങളുടെ പ്രവൃത്തി അനുസരിച്ചും ഒരിക്കലും അവരത് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ള കാരണത്താലാണ് അവർക്ക് ബെയില് തടസ്സപ്പെടുത്തരുതെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം അത് കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ, അതിന് ഒരു കുഴപ്പമില്ല. ആരും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്താണ് അതിന്റെ പരിസമാപ്തി എന്നും കൂടെ ഈ വാഗ്വാദം പറഞ്ഞവര് സംസാരിച്ചവര് ഒക്കെ ഒന്ന് അതിന് മറുപടി പറയുന്നത് നല്ലതാണ്, അന്വേഷിക്കുന്നത് നല്ലതാണ്. ബലാത്സംഗം എന്ന് പറയുന്ന വാക്ക് ഒരിക്കൽ മാത്രമേ ഒരാളിന് ചെയ്യാൻ പറ്റുള്ളൂ. 13 പ്രാവശ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഔന്നത്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കാനല്ല, ബലം പ്രയോഗിച്ചുള്ള കാര്യമാണെന്ന് ആയതുകൊണ്ട് തന്നെ അത് പറയാം. പിന്നെ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കേരളത്തിലെ ഒരു സാഹചര്യമല്ല നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉള്ളത് തിരിച്ചറിയുക. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു അച്ഛൻ വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഈ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ സഹായം ചെയ്യാൻ, ഒറീസയിൽ നിന്നുള്ളൊരു അച്ഛനാണ്, സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിരുന്നു. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ ഒരു പാവപ്പെട്ട പള്ളിയിലിരിക്കുന്ന അച്ഛനാണ്, വലിയ സാമ്പത്തികം കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛന് സാധിക്കുമെങ്കിൽ കുറച്ച് സംഘടിപ്പിച്ചു തരാൻ പറഞ്ഞു, സംഘടിപ്പിച്ചു തരാനായിട്ട്. ഞാൻ വല്ലാതെ ആയിപ്പോയി. എന്താ അച്ഛാന്ന് ചോദിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛൻ ഈ സ്നേഹത്തിന്റെ സുവിശേഷവും പറഞ്ഞു പോകുന്ന പല പ്രദേശങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാർ ഒന്നും കടന്നു ചെല്ലാത്ത ട്രൈബൽ ഏരിയാസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമില്ല. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭാരതം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതത്തിന്റെ രാജ്യമാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ആരാലും പരിഗണിക്കപ്പെടാതെ ഒരു മതവുമില്ലാതെ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവിടെയൊക്കെ, അസംഖ്യ മനുഷ്യര്. അവർക്ക് വഴിയില്ല, അവർക്ക് വെള്ളമില്ല, അവർക്ക് വെളിച്ചമില്ല. ഈ നേതാക്കന്മാരൊക്കെ എവിടെയാണ്? ഈ സംസ്ഥാനത്തെ നേതാക്കന്മാര് ഈ ടൗൺ പ്രദേശങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യുകയാണ് മുഴുവൻ. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ രക്ഷയുടെ സുവിശേഷം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സുവിശേഷം പറയുമ്പോൾ അവർ ചിലപ്പം നമ്മള് കെന്നഡി പറഞ്ഞതുപോലെ ആ സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് അവർ ചിലപ്പോ ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് വരും അവരുടെ ദൈവമായിട്ട്. അതല്ലാതെ ഒരിക്കലും ഒരു ബലപ്രയോഗത്തിൽ ഒരിടത്തും മതപരിവർത്തനം ക്രിസ്ത്യാനികൾ നടത്തില്ല, 100% ഉറപ്പാണ്. അത് നമ്മൾ നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ ചുമ്മാ പറയുകയാണ്. അജണ്ട അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല. നമുക്ക് പലപ്പോഴും ഞാനും കോളേജിലൊക്കെ പഠിച്ച ആളാണ്. അവിടെയൊക്കെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളിനെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അവനെ കയറി തല്ലു, അത്ര തന്നെ. അങ്ങനെയല്ലേ? കോളേജിൽ പഠിച്ചവരല്ലേ നിങ്ങളെല്ലാവരും? അവരുടെ തത്വശാസ്ത്രത്തിൽ ചേരാത്ത ഒരാളിനെ തല്ലണമെന്ന് തോന്നിയാൽ ആ ജനക്കൂട്ടം മുഴുവൻ ഇടിച്ചു കയറിയ എന്ന് വെച്ചിട്ട് നീ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചു കയറി അങ്ങ് ആക്രമിക്കും, അത്ര തന്നെ. അതായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായി ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്, ഈ ഭാരതത്തിന് ഒരു നല്ല സംസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്നേഹത്തിന്റെ ആ സംസ്കാരം. ആ സംസ്കാരത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഇത് വീണ്ടും കിരാത സംസ്കാരത്തിലേക്ക് തിരികെ പോകും. കിരാത സംസ്കാരത്തിലേക്ക്. അതാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റർമാര് തെറ്റ് ചെയ്തെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണമെന്ന് ഒന്നും അവിടെ ആരും പറയുന്നില്ല. അത് ഫ്രാങ്കോ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം, കന്യാസ്ത്രീ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇത് ന്യൂനപക്ഷം എന്നുള്ള കാരണത്താൽ ഒരു സമൂഹം മാത്രം ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ പോരാ. ആര് തെമ്മാടിത്തരം കാണിച്ചാലും അവർ ശിക്ഷിക്കപ്പെടണം. അവിടെ ജനക്കൂട്ടം മുഴുവൻ അവിടെ ചോദ്യം ചെയ്ത് അവർക്ക് എന്താ അധികാരമുള്ളത് അങ്ങനെ ചോദ്യം ചെയ്യാൻ? ഇവിടെ നിയമവാഴ്ചയുള്ളതല്ലേ? പോലീസ് അവിടെ എന്തുകൊണ്ട് നിരുപാധികം അവരവിടെ കീഴടങ്ങിയതുപോലെ അവിടെ ചുമ്മാ നിന്നു? അവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഇവിടെ ഈ കാര്യത്തിൽ.
ജയേന്ദ്ര മാഷിലേക്ക് ഞാൻ വരാം. മാഷിന് പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാനുണ്ടാവും. ഞാനൊന്ന് നിയാസിലേക്ക് കൂടി പോയതിന് ശേഷം വരാം. നിയാസ്, അപ്പോൾ നോക്കൂ, ഇതിലെ രാഷ്ട്രീയ മുതലെടുപ്പാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരുപക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഈ പ്രശ്നം അവിടെ തന്നെ അങ്ങ് തീരുമായിരുന്നു. ഇത് ഇത്രയും സങ്കീർണമാക്കിയതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും അതുപോലെ ഇടത് വലത് മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർക്കും വലിയൊരു പങ്കുണ്ട് ഇത് ഇത്രയും വഷളാക്കിയതിൽ. അതെങ്കിലും താങ്കൾ അംഗീകരിച്ചു തരണം. ഇല്ലെങ്കിൽ അവിടെ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത് അവിടെ കസ്റ്റഡിയിലുള്ള സമയത്ത് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ കന്യാസ്ത്രീകൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ ആ ചുറ്റുവട്ടത്തുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയ ശേഷം കൃത്യമായി കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത്, സങ്കീർണമാക്കിയത് മാധ്യമങ്ങളും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാരുമാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവുമെന്നും ഞാൻ കരുതുന്നില്ല. അഡ്വക്കേറ്റ് PM നിയാസ്. നമുക്ക് ഒന്നും തോന്നരുത്. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ രാഷ്ട്രീയ യോഗങ്ങളിൽ പറയുന്നുണ്ട്, മുണ്ടിട്ട മോദി ആണ് പിണറായി എന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇപ്പം താങ്കൾ ആവർത്തിക്കുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ, സർക്കാരിൻ്റെ എല്ലാ വീഴ്ചകളുടെയും ഉത്തരവാദിത്തങ്ങൾ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സ്ഥിരം ശൈലിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ താങ്കളും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ വസ്തുതകൾ വസ്തുതകളായി കാണണം. ഞാനിത് തുടക്കം മുതൽ വീക്ഷിച്ച ഒരാളാണ്. ഇവിടെ ഫാദർ ജേക്കബ് ഇവിടെ ഉണ്ടല്ലോ, എന്താ അവിടെ സംഭവിച്ചത്? അവിടെ വന്നപ്പം തന്നെ ആ കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ നിർബന്ധം, ഞങ്ങളുടെ സുമേധയ ഇഷ്ടപ്രകാരമാണ് പോയത്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും താല്പര്യപ്രകാരമാണ് പോയത്, ഇവിടെ ഒരു നിർബന്ധവും ഒരു മതപരിവർത്തനവും ഇല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോഴും ബജരംഗിലെ ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, അവരുടെ മുഖത്തടിക്കുകയാണ്. ഒരു പെൺകുട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് ഒരു മിനിറ്റ് ഇന്നൊരു കുട്ടിയുടെ ഇത് ഞാൻ കേൾപ്പിക്കാം. അത് അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് അടിയിൽ ക്യാപ്ഷനായി ഇവര് ഈ കന്യാസ്ത്രീകൾക്കെതിരായി നിങ്ങൾ കള്ളസാക്ഷിത്വം പറഞ്ഞില്ല എങ്കിൽ താങ്കളുടെ സഹോദരനെ ഞങ്ങൾ ജയിലിലടച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുമെന്ന് പറഞ്ഞ അവരുടെ വാമൊഴി, അവരുടെ വീഡിയോ അത് ഞാനിപ്പോൾ കേൾപ്പിക്കാം. താങ്കൾ അനുവദിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വളരെ മൂന്ന് പെൺകുട്ടികളെയും കോൺഗ്രസിന് സ്വാധീനിക്കാലോ, കാരണം അവർ പുറത്താണ്, അകത്തല്ല. ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം കൂടി തുറന്നു പറയാം. താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് തുടക്കം മുതൽ ബജരംഗ് ദളിന്റെ ആസൂത്രിതമായ നിലപാടാണ്. ബജരംഗിനെ മാറ്റി നിർത്തി ഇക്കാര്യത്തിലൊരു അന്വേഷണം ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ പോലീസിന് ബോധ്യപ്പെടുമായിരുന്നു. അതിന് പകരം അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് ഇവർ മതമാറ്റം നടത്തുന്നവരാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് അംഗീകരിച്ചു. മതമാറ്റത്തിന് വേണ്ടി നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മതമാറ്റം ഇന്ത്യയിലെ നിയമപ്രകാരം ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ FIR മാറ്റി, നിങ്ങൾ FIR-ൽ മനുഷ്യക്കടത്ത് വെക്കുന്നു. അപ്പോൾ അവിടെ മാധ്യമങ്ങളാണോ കുഴപ്പം കാണിച്ചത്? എന്നിട്ട് NIA-ക്ക് കൈമാറുന്നു. NIA-ക്ക് കൈമാറിയാൽ അവിടെ 10 വർഷത്തെ ശിക്ഷ മാത്രമല്ല, NIA കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുക ബുദ്ധിമുട്ടാണ്. NIA കോടതിയിലാണല്ലോ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. അപ്പോൾ NIA കോടതിയാണല്ലോ ഇപ്പോൾ NIA കോടതിയാണല്ലോ ജാമ്യത്തിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കും, നിങ്ങൾ തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി ഇപ്പം എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ഛത്തീസ്ഗഡിലെ നിങ്ങളുടെ ഹൈന്ദവ വിഭാഗത്തെ ഏകോപിപ്പിച്ച് ക്രൈസ്തവ സമുദായത്തിനെതിരായി ഒരു വലിയ പുകമുറുണ്ടാക്കി നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കോട്ട സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. അത് പാളി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സംസ്ഥാനത്തെ കോൺഗ്രസിലെ ആദ്യം പ്രതിഷേധിക്കേണ്ടത്, ആ കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതിഷേധിക്കാതെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ ആവർത്തിച്ചുള്ള ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നിട്ടില്ല. ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയും. താങ്കൾ ചോദിച്ച ചോദ്യം ശരിയാണ്. ഞാനത് പറഞ്ഞല്ലോ. അവിടെ കേരളത്തിലെ KPC പ്രസിഡന്റ് അവിടെ പോകുന്നു. അവിടുത്തെ നിങ്ങൾ പറയുന്ന അവിടുത്തെ PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ UDF-ഉം LDF-ഉം എന്തിനു പോയി എന്നാണ് ഇവിടെ കെന്നഡി ചോദിച്ചത്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, കേരളത്തിലിരിക്കുന്ന നിങ്ങളുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്
സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നേരെ വിട്ടുപിടിച്ചല്ലോ ഡൽഹിയിലേക്ക്. എന്തിനാ പോയത്? മറ്റൊരു കാര്യത്തിനുമല്ലല്ലോ. ഇവിടെ ഈ രണ്ട് കന്യാസ്ത്രീകളുടെ പ്രശ്നം ഒരു പ്രശ്നമില്ലാതെ ചെറിയ കാറ്റത്ത് ഒഴുകി പോകുന്ന പ്രശ്നത്തിന് എന്തിനാ ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിലേക്ക് പോയത്? എന്തിനാ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്തത്? നിങ്ങൾ ആലോചിക്കണം. അപ്പോ ഞങ്ങളെ വോട്ട് തേടാൻ ഞാൻ പറയട്ടെ ദയവ് ഒറ്റ സെന്റൻസിൽ ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ പറഞ്ഞത് UDF-ഉം LDF-ഉം രാഷ്ട്രീയ ചതുരംഗ കളി കളിക്കുകയാണെന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ അതിനപ്പുറത്ത് രാഷ്ട്രീയ ചതുരംഗ കളി കളിക്കുകയാണ്. ഇവിടെ പോവാണ് അങ്ങോട്ടേക്ക്. എന്തിനാ? ഞങ്ങളുടെ വോട്ട് പോകും, ഞങ്ങൾ കൊടുത്ത കേക്ക് പോകും, ഞങ്ങൾ കൊടുത്ത ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധം പോകും. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ചതുരംഗ കളി കളിക്കുന്നത് കെന്നഡി പിന്തുണയ്ക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഏതായാലും കെന്നഡിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. കഷ്ടകാലം തുടങ്ങി കെന്നഡി താങ്കൾ ഉന്നയിച്ചു കൊണ്ടുവന്നിരുന്ന BJP എന്ന് പറയുന്ന ഞങ്ങളുടെ ക്രൈസ്തവ ക്രിസംഗികളുടെ വലിയ സ്വർഗം ഉണ്ടാക്കാൻ പോകുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞത് ഇന്ന് മെല്ലെ മെല്ലെ കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രൈസ്തവ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5ാം പത്തികളായി താങ്കൾ ഉൾപ്പെടെയുള്ള കെന്നഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സമൂഹത്തിന് വർജിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അടുക്കരുത് എന്ന നിർബന്ധ ബുദ്ധി കാരണമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഛത്തീസ്ഗഡിലേക്ക് പോയത് എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് PM നിയാസ്. അല്ലേ അഡ്വക്കേറ്റ് PM നിയാസ്? ഞാൻ അങ്ങനെയല്ല അനിൽ നമ്പ്യാരെ, അങ്ങനെയല്ല. ഞാൻ വളരെ വ്യക്തമായി പറയും, ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇന്ത്യയിലെ മതേതരത്വം സംരക്ഷിക്കുകയാണ്. അത് ക്രൈസ്തവരായാലും മുസൽമാനാരായാലും ബുദ്ധരായാലും സിഖുകാരായാലും ജൈനരായാലും പട്ടികജാതിക്കാരാണെങ്കിലും എല്ലാവരെയും തോളോട് ചേർത്ത് സംരക്ഷിക്കാനുള്ള തീരുമാനമാണ്. താങ്കളെപ്പോലെ സവർണരെ എടുത്ത് അവർണരെ തള്ളുക, പിന്നോക്കക്കാരെ ഒഴിവാക്കുക, പട്ടികജാതിക്കാരെ ഒഴിവാക്കുക, ഗിരിജനങ്ങളെ ഒഴിവാക്കുക, ഈ നിലപാടല്ല ഞങ്ങൾക്ക് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇന്ത്യ, സമഭാവനയോടുകൂടിയുള്ള ഇന്ത്യ. ആ ഇന്ത്യയാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആ വ്യത്യാസം ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കാൻ തയ്യാറാക്കണം. ജാതിയും മതവും ഉപയോഗിക്കുന്ന കമ്മ്യൂണിസത്തെ ഒക്കെ ആ രീതിയിൽ കാണുന്ന നിലപാട് ഞങ്ങൾക്കില്ല. ജയേന്ദ്രമാഷ് തുടരാം. പറഞ്ഞോളൂ. അല്ല, ഇവിടെ ഞാൻ പറഞ്ഞൊന്നും പൂർത്തിയാക്കിക്കോട്ടെ. അതൊന്നും മറ്റൊന്നുമല്ല. എന്റെ സുഹൃത്ത് നിയാസ് പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ എന്ന്. അല്ല നിയാസെ, 2011 ഒരു കേസ് നമ്പർ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ പദപരിവർത്തനത്തിനും ഈ രാജ്യത്തെ കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുന്നതിനും എതിർപ്പാണല്ലോ. എങ്കിൽ 2021 ജനുവരി 11 ബാഗേൽ മുഖ്യമന്ത്രി ആയപ്പോൾ 9583/2021 എന്ന കേസ് ഛത്തീസ്ഗഡിൽ നിങ്ങൾ നടപ്പിലാക്കുകയും 5 പാതിരിമാരെ നിങ്ങൾ 10 മാസം ജയിലിലിട്ടു. നിഷേധിക്കുമോ നിങ്ങൾ? കേസ് നമ്പറാണ് ഞാൻ പറയുന്നത്. MCRC 9583/2021 10 മാസം ജയിലിലിട്ടു സർ. നിങ്ങൾ എന്തായിരുന്നു നിയാസ് നിങ്ങളുടെ കേരളത്തിലെ KPCCയുടെ നിലപാട്? തീർന്നില്ല നിയാസ്, ഒറ്റ നിലപാടാണല്ലോ. ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ദീപക് ബൈജുവിന്റെ പ്രസ്താവന. എന്താ പറയുന്നത്? ഛത്തീസ്ഗഡിൽ വ്യാപക മതമാറ്റം നടക്കുന്നുണ്ട്, അതിനാലാണ് കോൺഗ്രസ് ശക്തമായ നിയമം കൊണ്ടുവന്നത്. ഇപ്പോൾ BJP അല്ലേ ഭരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കടുത്ത നിയമം കൊണ്ടുവന്നുകൂടെ? 35 നികാസ് ഒന്നും കൂടി കേൾക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ ബജരംഗ് അവിടെ എന്തൊക്കെയോ കാണിച്ചു വന്നു. അല്ല, നിങ്ങളുടെ PCC അധ്യക്ഷൻ ഈ 35 MLA-മാർ അവിടെ എന്തിനാണ് നിൽക്കുന്നത്? അവിടെ ഒരു കേസ് ബജരംഗ് ദൾ ഇങ്ങനെ ആൾക്കൂട്ട വിചാരണ നടത്തി ഇവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് PCC അധ്യക്ഷനോ മുൻ മുഖ്യമന്ത്രി ബാപ്പയിലോ ഈ 35 MLA-മാർ ഏതെങ്കിലും ഒരു കുട്ടി കൊടുത്തിരുന്നെങ്കിൽ നിയാസ ഇവിടെ വന്ന് നിങ്ങൾ ഈ പറയുന്നതിന് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ പറയുമായിരുന്നു. ഇനി എന്റെ ജേക്കബ് അച്ഛൻ കേൾക്കാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ അച്ഛ. 2022 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ 3 ജാർഖണ്ഡിലെ കുട്ടികളെ കൊണ്ടുവന്ന അവിടുത്തെ പൂങ്കുന്നത്തും അവിടെയുമുള്ള 2 കന്യാസ്ത്രീകളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ അടച്ചു. അച്ഛ,
മെനഞ്ഞാന്ന് അതിന്റെ വിധി വന്നു. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, ബന്ധനം തുടങ്ങിയ പുറത്തോ. ഞാൻ ചോദിക്കട്ടെ അച്ചു, എന്തുകൊണ്ട് കേരളത്തിലെ നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കിയില്ല? ഇന്നിപ്പോ ബഹളം ഉണ്ടാക്കുന്ന നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളെ സഹായിക്കാൻ KPCC-യോ AICC-യോ ഒരു വക്കീലിനെ നിശ്ചയിച്ചു തന്നുവോ? പറയണോ? നിങ്ങൾ ഇവിടെ പോയി സമരം ചെയ്യുന്നു. കേരളത്തിലെ BJP അധ്യക്ഷൻ ചെയ്ത പണി എന്താണ് ഫാദർ? BJP-യുടെ 2 സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും അവിടെ അയച്ചു. മുഖ്യമന്ത്രിയെ കണ്ടു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ചന്ദ്രശേഖർ പോയി കണ്ടു. 2 വക്കീലന്മാരെ, ഇന്ന് അമൃതോദാസിനെയും മലയാളിയെയും കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് കോർഡിനേറ്റ് ചെയ്തത് അനൂപ് ആന്റണി എന്ന് പറയുന്ന കേരള BJP-യുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ കത്തിക്കാനല്ല പോയത്. ഒരുപക്ഷെ ഇന്ന് മുഹമ്മദ് നിയാസിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലുള്ളത് എന്താ, ഇതൊന്ന് ആളിക്കത്തട്ടെ. എന്തിനാ KPCC അധ്യക്ഷൻ ഇന്ന് പോകുന്നത്? നാളെ ജാമ്യം കിട്ടുമെന്ന് ഇവർക്കറിയാം. അതിന്റെ പിതൃത്വം ഏറ്റെടുക്കണം. അതിനു വേണ്ടിയല്ലേ നിയാസെ തിരക്കിട്ട് ഇപ്പൊ നിങ്ങൾ പോകുന്നത്? മറിച്ച് അവിടുത്തെ CPCC-യോ AICC-യോ ഒരുപാട് പ്രഗത്ഭരും ഫീസ് ഉള്ളവരും ഫീസ് ഇല്ലാത്തവരും പണി ഉള്ളവരും ഇല്ലാത്തവരുമായി ഒരുപാട് വക്കീലില്ലേ നിയാസെ നിങ്ങൾക്ക്? എന്റെ ഒരു വക്കീലിനെ ഈ ഛത്തീസ്ഗഡിലെ പാവം കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ നിയമസഹായം നൽകാമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തോ? ചെയ്യുന്നത് എന്താ? അതെ, ഞാൻ പറയണം, അപേക്ഷ കൊടുക്കാതെ ജയിലിൽ മുമ്പ് പോകും, എന്നിട്ട് അവിടെ ഒരു ബഹളം ഉണ്ടാക്കും. ആരും അറിയാതെ പോകുന്ന ഒരു വിഷയം ഇത്തരത്തിലായിരുന്നില്ലേ നമ്മൾ ഉണ്ടായിരുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്യുന്നേ. ഞാൻ ചോദിക്കട്ടെ, അല്ല ഈ കേരളത്തിൽ ജോസഫ് മാഷെ കൈവെട്ടിയിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേക്ക് കൊണ്ട കൊടുക്കുന്നു. അവർ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സ്വീകരിക്കട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. പക്ഷെ കുന്തിരിക്കം കൊണ്ട് ഞങ്ങൾ പോകുമോ? നിങ്ങളുടെ ഘടകകക്ഷി അവർക്ക് കൊണ്ടുകൊടുക്കുന്നത് കുന്തിരിക്കമാണ് മുഹമ്മദ് നിയാസെ. അത് ഇവിടുത്തെ ക്രൈസ്തവര് വാങ്ങുമോ? അവര് സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ. നിരവധി അനുഭവങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് പുൽക്കൂട് നശിപ്പിച്ചു. ഉണ്ണിത്താന്റെ നാടല്ലേ കാസർഗോഡ്? ഫാദർ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു പ്രതിഷേധ സ്വരം കോൺഗ്രസ് നിയാസ നിങ്ങളോ നിങ്ങളുടെ KPCC-യോ ഉണ്ണിത്താൻ ആരെങ്കിലും ഒതുക്കിയോ? യൂണിഫോമിന്റെ പേരിൽ, അത് എണീക്കുന്നതിന്റെ പേരിൽ എത്ര ക്രിസ്ത്യൻ സ്കൂളുകളില് SDPI-യും PFI-യും ബഹളം ഉണ്ടാക്കി? ഒരു കുട്ടിയെങ്കിലും ഒരു പ്രതിഷേധം ഉയർത്തിയോ നിയാസ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? അപ്പൊ നിങ്ങൾക്കിത് എന്താണ്? നിങ്ങൾക്കിത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുതലെടുക്കാനുള്ളതാ. ഇവിടെ കേരളത്തിലെ പിണറായി വിജയൻ 2022 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ചപ്പോ ഒരു പ്രതിഷേധ സ്വരം കേരളത്തിലെ KPCC-യോ നിങ്ങളുടെ നേതാവ് ഉയർത്തിയോ? ഇതൊക്കെ ഇവരാണ് ഇവിടെ വന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹളം ഉണ്ടാക്കുന്നത്. നോക്കൂ, കേക്ക് ഇവിടുത്തെ ക്രൈസ്തവരൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിയാസിനെ ഓർമ്മിപ്പിക്കും, നിങ്ങൾ ധരിക്കുന്ന മാതിരി അത്ര വലിയ വിവരമില്ലാത്തവരൊന്നും അല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ഇതൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും തൃശ്ശൂരിൽ ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാത്ത തൃശ്ശൂരില് നിങ്ങൾ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ കിങ്ങിണിക്കുട്ടനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ നേതാക്കന്മാരെയോ കൊണ്ടുപോയി മത്സരിപ്പിച്ചപ്പോൾ എന്താണ് അവിടുത്തെ ജനങ്ങൾ ചെയ്തത്? അസത്യം ലോകത്തേക്ക് 2 തവണ കറങ്ങുമ്പോഴേക്കായിരിക്കാം, വന്നതിന് ശേഷമായിരിക്കാം സത്യം ചെരിപ്പിടാൻ ആരംഭിക്കുക. ഇന്ത്യയിലെ കേരളത്തിലെ ക്രൈസ്തവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കെന്നഡിയുടെ ഒരു ആശങ്ക ഞാൻ പങ്കുവെക്കുന്നു. കെന്നഡിയോ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, സാർ, കേരള BJP-ക്ക് ഒറ്റ നിലപാട് ഇക്കാര്യത്തിലുള്ളൂ. മാത്രമല്ല, കെന്നഡി സാർ ഞാൻ പറയുന്നു, ഇന്നലെ എന്റെ കൂടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്റെ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. 100% ചില വിഭാഗങ്ങൾക്കിടയിലും കേരളത്തിലെ ഈ വിഭാഗത്തിന് എന്തായാലും കേരളത്തിലെ ഈ 2 കന്യാസ്ത്രീകൾ അവർ തെറ്റ് ചെയ്തില്ല എന്ന് കോടതിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുകയാണെങ്കിൽ നാളെ അവർ ജയിൽ മോചിതരാവും. നമുക്ക് കാത്തിരുന്ന് കാണാം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.